ദൈവം നമ്മുടെ ഇടയിലുണ്ട് എന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? കർത്താവ് നമ്മുടെ ഇടയിലുണ്ട്, എല്ലാവരും വിശ്വസിക്കുന്നു. ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവനാണ്. ദൈവം ശക്തനായ ദൈവമാണ്. ഞാൻ ആശ്രയിക്കുന്നത് എൻ്റെ ദൈവത്തിൽ, ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ ദൈവത്തിൽ. അവൻ ഒരിക്കലും എന്നെ കൈവിടത്തില്ല. നമ്മൾ പല സാക്ഷ്യങ്ങൾ കേട്ടു അല്ലേ? ഓരോരുത്തരുടെ ജീവിതത്തിലും ദൈവം നടത്തിയ പല വഴികളുണ്ട്. വ്യത്യസ്തമായിരിക്കാം, ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും ദൈവം നടത്തുന്നത്. ദൈവത്തിൻ്റെതായ പല വഴികൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക, അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഇതിനേക്കാൾ എല്ലാം സന്തോഷം, നമ്മളെ നടത്തുന്ന ദൈവം അനുദിനം രോഗശാന്തിയിലൂടെ ആയിരിക്കാം, സാമ്പത്തിക മേഖലയിലെ പ്രതികൂലങ്ങളെ, ജോലി മേഖലയിലെ പ്രശ്നങ്ങളെ, ഇതിനെല്ലാം നടത്തുന്ന ഒരു ദൈവത്തെ നമ്മൾ അനുദിനം കണ്ടുകൊണ്ടിരിക്കുന്നു. എന്നാൽ അതിനേക്കാൾ അധികമായി എൻ്റെ ഏറ്റവും വലിയൊരു സന്തോഷം, എൻ്റെ പാപങ്ങളെ കഴുകിയൊരു ദൈവമുണ്ട്. ഒരു കാലത്ത് ദൈവത്തെ നോക്കാൻ പോലും യോഗ്യതയില്ലാതിരുന്ന, ദൈവത്തിൻ്റെ മുൻപിൽ നിൽക്കാൻ പോലും യോഗ്യതയില്ലായിരുന്ന നമ്മളെ ഓരോരുത്തരെയും നമ്മുടെ പാപങ്ങളെ കഴുകി വിശുദ്ധനാക്കിയൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യെശയ്യാ പ്രവചനം അതിൻ്റെ 44 അധ്യായം 22 മുതൽ വാക്യങ്ങൾ നമ്മളൊന്ന് വായിക്കുക. കാർമേഘം പോലെ നിന്റെ തിന്മകളെയും മൂടൽമഞ്ഞ് പോലെ നിന്റെ പാപങ്ങളെയും ഞാൻ തുടച്ചു നീക്കി, എന്നിലേക്ക് തിരിച്ചു വരിക, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ഇത് വായിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ഈ വചനം അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? ഒരു പ്രാവശ്യമെങ്കിലും ഈ വചനം വായിക്കാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഇല്ല, ഒരു പ്രാവശ്യമെങ്കിലും വായിച്ചിട്ടുണ്ട്. ഇനി വായിച്ചിട്ടില്ലെങ്കിൽ ആരെങ്കിലും പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? ഏതെങ്കിലും ഒരു ദൈവദാസനോ ഏതെങ്കിലും ഒരു അച്ഛനോ ആരെങ്കിലുമൊക്കെ ഒന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഈ ഒരു വചനം നമ്മൾ കേട്ടിട്ടുണ്ട്. എന്തായിരുന്നു വചനം? കാർമേഘം പോലെ നിന്റെ തിന്മകളെ. നമുക്കറിയാം കാർമേഘം എങ്ങനെ ഇരിക്കുന്നത്. മഴ വരുമ്പോൾ നമുക്കറിയാം ഇരുണ്ട് മൂടി വരുമ്പോൾ നമുക്കറിയാം ഇതാ മഴ വരാൻ പോകുന്നു. ഒരു പക്ഷേ നമുക്ക് മുന്നോട്ട് കാണാൻ കഴിയാത്ത വിധം, പകലാണെന്ന് തെറ്റിദ്ധരിക്കുന്ന വിധം അത്രത്തോളം വ്യത്യസ്തം. ഇത് രാത്രിയാണോ പകലാണോ നമുക്ക് മനസ്സിലാകാത്ത രീതിയിൽ അത്രത്തോളം കാർമേഘമായി നിൽക്കുന്ന നിൻ്റെ പാപത്തെ അവൻ കഴുകും. അതുപോലെ തന്നെ മൂടൽ മഞ്ഞ് പോലെ. ഞങ്ങൾ ഇന്നിപ്പോൾ കാലത്ത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ പോരുന്ന വഴിക്ക് നമ്മുടെ എവിടെയാണെന്ന് എനിക്ക് ഓർമ്മയില്ല, പാല കഴിഞ്ഞിട്ട് ഇപ്പുറത്തോട്ട് വരുമ്പോൾ പൊൻകുന്നം വഴിയിലേക്ക് ഞങ്ങളിങ്ങനെ ഇറങ്ങുന്ന സമയത്ത് നല്ല മഞ്ഞ്. അത്യാവശ്യം സമയം ഒരു 7 മണിയൊക്കെ ആയി. ഈ ഒരു സമയത്ത് അവിടെ മഞ്ഞ് കാണാൻ സാധ്യതയില്ലാത്തൊരു സമയമാണ്. പക്ഷേ നമുക്ക് റോഡ് കാണാൻ പറ്റാത്ത രീതിയിൽ നല്ല മൂടൽ മഞ്ഞ്, ഫ്രണ്ടിലോട്ട് എന്താണെന്ന് മനസ്സിലാകാത്ത രീതിയിൽ അത്രത്തോളം മൂടൽ മഞ്ഞ്. ഞാൻ കുറച്ച് നേരം അവിടെ വണ്ടി നിർത്തി കുറച്ച് നേരം വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് ഫോട്ടോ ഒക്കെ എടുത്ത് പതിയെ അങ്ങോട്ട് പോകുന്നുള്ളൂ. കാരണം എനിക്ക് പ്രത്യേകിച്ച് മോർണിംഗിലുള്ള യാത്രകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒത്തിരി ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് പോകുമ്പോഴും പ്രയറിന് പോകുമ്പോഴും ഒക്കെ ഈ മോർണിംഗിൽ, ഏർലി മോർണിംഗിൽ ആ കാണുന്ന കാഴ്ചകൾ വളരെ സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ എല്ലാവരും ഇരുന്ന് ഉറങ്ങാണ്, ബാക്കി 3 പേര് ഇരുന്ന് ഉറങ്ങുക. അപ്പോൾ ഞാനിത് കണ്ട് നിർത്തി കഴിഞ്ഞപ്പോൾ പതിയെ ബാക്കിലുള്ളവരൊക്കെ കണ്ണു തുറന്നു. എന്നിട്ട് അവർ നോക്കുക, ഈ സമയത്ത് മഞ്ഞ്. അപ്പോൾ ഡിസംബർ മാസമാണെങ്കിലോ? ഞാനും ചിന്തിച്ചു, ഇപ്പോൾ എനിക്ക് ഫ്രണ്ടിലോട്ട് കാണാൻ കഴിയുന്നില്ല. അപ്പോൾ ഡിസംബർ മാസമാണെങ്കിൽ എത്രത്തോളം വലുതായിരിക്കും ആ മഞ്ഞ് എന്ന് ഞാനും ഇങ്ങനെ ചിന്തിച്ചു. ഇവിടെ ദൈവവചനം പറയുകയാണ്, നിന്റെ പാപം അത് കാർമേഘം പോലെ, നിന്റെ തിന്മകൾ അത് മൂടൽമഞ്ഞ് പോലെ. ഇങ്ങനെയെല്ലാം നിൽക്കുമ്പോഴും ഞാൻ അതിനെ കഴുകും, നിന്റെ പാപങ്ങളെ ഞാൻ തുടച്ചു നീക്കും. ഒരൊറ്റ പാപമില്ലാതെ ഞാനതിനെ തുടച്ചു നീക്കും, വൈപ്പ് ഔട്ട് ചെയ്യും അല്ലേ? നമ്മുടെ വൈപ്പർ ഉണ്ടല്ലോ അല്ലേ, നമ്മുടെ ഗ്ലാസിൻ്റെ വൈപ്പർ ഇങ്ങനെ മാറുന്നൊരു സാധനം. ഇതെന്തിനാണ് ഉപകരിക്കുന്നത്? ഫ്രണ്ടിലുള്ള വെള്ളം നമുക്ക് മുന്നിലേക്കുള്ള കാഴ്ചകളെ മറയ്ക്കും. മുന്നിലേക്കുള്ള കാഴ്ചകളെ മറയ്ക്കുന്നതിനെ സഹായിക്കുകയാണ്. ആ കാഴ്ചയെ മറയ്ക്കുന്ന കാര്യത്തെ മാറ്റി, ആ വെള്ളത്തെ മാറ്റി വൈപ്പർ. സാധാരണ മഴക്കാലമൊക്കെ ആയി കഴിയുമ്പോൾ അത്യാവശ്യം നല്ല ഡ്രൈവർമാരാണെങ്കിൽ വൈപ്പറൊക്കെ ഒന്ന് ചെക്ക് ചെയ്യും. കുറച്ച് കാലം കഴിയുമ്പോൾ ഇതിൻ്റെ ശക്തിയൊക്കെ കുറയും, വെള്ളം പോകുന്നത് മാറി കുറേ പാടുകൾ കണ്ണാടിയിൽ വീഴ്ത്താൻ മാത്രമേ ഇതിന് സാധിക്കത്തുള്ളൂ. ഇങ്ങനെ ആയി കഴിയുമ്പോൾ വൈപ്പറിൻ്റെ ബ്ലൈഡ് മാറ്റും, പുതിയ ബ്ലൈഡ് വാങ്ങിക്കും. കാരണം അത്രയും ചേർന്നിരുന്ന് ഈ വെള്ളത്തെ തൂത്ത് കളയുന്ന ഒരു ബ്ലൈഡാണ് നമുക്ക് എപ്പോഴും മുന്നോട്ട് കാഴ്ചയ്ക്ക് നല്ലത്. അപ്പോൾ ഇങ്ങനെ മാറ്റും. നിങ്ങൾ ശ്രദ്ധിക്കണേ, നിങ്ങളുടെ പാപങ്ങൾ എപ്പോഴും, നമ്മുടെ ഓരോരുത്തരുടെയും പാപങ്ങൾ മുന്നോട്ടുള്ള നമ്മുടെ വഴികളെ തടയും. എനിക്ക് സഞ്ചരിക്കാനുള്ള പാതയെ തടയും. എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത വണ്ണം പാപം എൻ്റെ വഴികളെ പല രീതിയിൽ അതടയ്ക്കും, പല വഴിക്ക് ഇതടയ്ക്കും. ഞാനിപ്പോൾ ഈ യെശയ്യാ പ്രവചനം 44 അധ്യായം 22 വാക്യം നമ്മൾ വായിച്ചു. നമ്മളെല്ലാവരുടെയും ചിന്തയുണ്ട്, ഇത് എന്നെക്കുറിച്ചാണ് അല്ലേ, ഇതെനിക്കും കൂടി വേണ്ടിയിട്ടാണ്, ഇത് എന്നെക്കുറിച്ചുമാണ്. മാത്രമല്ല
എനിക്കും കൂടി വേണ്ടിയാണ് ഈ വചനം എഴുതിയിരിക്കുന്നത്. പാപത്തെ തുടച്ചു നീക്കും. എന്നാൽ ഇതിൻ്റെ സാഹചര്യം എന്താണ്? ഈ വചനം ദൈവത്തിൻ്റെ ആത്മാവ് യെശയ്യാ പ്രവാചകനിലൂടെ പറയാനുണ്ടായ സാഹചര്യം എന്താണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ താഴോട്ട് വചനം വായിക്കണം. അതിൻ്റെ 24-ാം അധ്യായം 24-ാം വാക്യം, 45-ൻ്റെ തന്നെ 24-ാം വാക്യം വായിച്ചാൽ നമുക്ക് കുറച്ചുകൂടി ക്ലിയറായി നമുക്ക് മനസ്സിലാകും ഇത് എന്താണെന്ന്. 24-ാം വാക്യം വായിക്കാം. 44-24. ഗർഭത്തിൽ നിനക്ക് രൂപം നൽകിയ നിന്റെ രക്ഷകനായ കർത്താവ് അരുൾ ചെയ്യുന്നു, എല്ലാ സൃഷ്ടികളെയും ആകാശത്തെ വിരിക്കുകയും ഭൂമിയെ വ്യാപിക്കുകയും ചെയ്ത കർത്താവ് ഞാനാണ്. ആരുണ്ടായിരുന്നു അപ്പോൾ എന്നോട് ഒന്നിച്ച്? അതായത് ഇത് ശരിക്കും പറയുന്നത് യാക്കോബിനോടും ഇസ്രായേലിനോടുമാണ്. നമ്മളോടല്ല, യാക്കോബിനോടും ഇസ്രായേലിനോടും. ഈ യഹൂദ ജനതയോട്, യാക്കോബിനോട്, ഇസ്രായേലിനോട് ദൈവം പറയുകയാണ്, നിന്നെ ഗർഭത്തിൽ രൂപം നൽകിയ രക്ഷകനായ കർത്താവ് ഞാനാണ്. ഞാൻ നിന്നെ ഗർഭത്തിൽ രൂപം നൽകുന്ന സമയത്ത് എൻ്റെ കൂടെ ആരുള്ളേ? ആരുമില്ല. ആകാശത്ത് ഞാൻ വിരിക്കുന്ന സമയത്ത് ആരുമില്ല. ഞാൻ എല്ലാത്തിൻ്റെയും സകലത്തിൻ്റെയും കർത്താവാണ് ഞാൻ. അതായത് ഇസ്രായേലിനെ ഗർഭത്തിൽ രൂപം നൽകുക എന്ന് പറയുമ്പോൾ ആരാണ് ഇസ്രായേൽ? യാക്കോബാണ് ഇസ്രായേൽ. യാക്കോബിൻ്റെ സന്താനമാണ്. അപ്പോൾ യാക്കോബിനെ ഗർഭത്തിൽ രൂപം നൽകുന്ന സമയത്ത്, അതായത് ഇസ്ഹാക്കിന് മക്കൾ ജനിക്കുന്ന സമയത്ത്, ആ സമയത്ത് തന്നെ ദൈവം എല്ലാം കണ്ടു. അല്ലെങ്കിൽ ഇസ്രായേലിലൂടെ ദൈവജനത്തെ വീണ്ടെടുക്കുന്ന ആ രക്ഷയെക്കുറിച്ച് ദൈവം കാണുകയാണ്. എന്നിട്ട് കർത്താവ് പറയുക, നിന്നെ ഗർഭം ധരിക്കുന്നതിന് മുൻപും ആകാശത്ത് വിരിക്കുന്ന കർത്താവ് സകല ജനത്തിനു വേണ്ടി ഇത് കണ്ടു കഴിഞ്ഞു. അതായത് ഇസ്രായേലിന് മാത്രമല്ല ഈ രക്ഷ, യാക്കോബിനും അവൻ്റെ സന്താന പരമ്പരയ്ക്കും മാത്രമല്ല ഈ രക്ഷ. അതിനു മുൻപേ ഈ ഭൂമിയെ സൃഷ്ടിച്ച സകലത്തിൻ്റെയും ദൈവമായ കർത്താവ് സകല ജനത്തിനും വേണ്ടി ഈ രക്ഷ ഒരുക്കിയിരിക്കുന്നു എന്ന് ദൈവവചനം പറയുകയാണ്. ഇനി അതിനൊരു സാക്ഷ്യം കൂടി കൊടുക്കുക. ഇപ്പം എൻ്റെ പാപം ക്ഷമിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട്, നിങ്ങളുടെ പാപം ക്ഷമിക്കുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ട്. എന്താ ഉറപ്പ്? നിങ്ങളുടെ പാപം ക്ഷമിക്കുന്നുള്ളതിൻ്റെ ഉറപ്പ് എന്താ? കാർമേഘം പോലെ, മൂടൽ മഞ്ഞ് പോലെ പാപവും അതിക്രമങ്ങളും ക്ഷമിക്കും എന്നുള്ളതിൻ്റെ ഉറപ്പ് എന്താ? എവിടേക്ക് നോക്കുമ്പോഴാണ് നമുക്ക് ഈ ക്ഷമ കിട്ടുമെന്നൊരു ഉറപ്പുള്ളത്? കാൽവരിയിലേക്ക് നോക്കുമ്പോൾ അല്ലേ? ക്രൂശിലേക്ക് നോക്കുമ്പോൾ അല്ലേ? യേശുവിനെ നോക്കുമ്പോൾ അല്ലേ? എന്നാലും ഇവിടെ ഒരു സാക്ഷ്യം കൂടി കർത്താവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മളതിൻ്റെ 27-ാം വാക്യം വായിക്കുക. അതായത് 44-ൻ്റെ തന്നെ 27-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. ഉണങ്ങിപ്പോവുക, നിന്റെ നദികളെ ഞാൻ വറ്റിക്കും എന്ന് അവിടുന്ന് ആഴത്തോട് കൽപ്പിക്കുന്നു. സൈറസിനെ പറ്റി ഞാൻ നിയോഗിച്ച ഇടയനാണ് അവൻ എൻ്റെ ഉദ്ദേശം സഫലമാക്കുമെന്നും ജെറുസലേമിനെ കുറിച്ച് അവൾ പുനർനിർമ്മിക്കപ്പെടുമെന്നും ദേവാലയത്തെക്കുറിച്ച് നിന്റെ അടിസ്ഥാനം ഉറപ്പിക്കുമെന്നും അവിടുന്ന് അരുൾ ചെയ്യുന്നു. 3 കാര്യങ്ങളാണ് അവിടെ പ്രധാനമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, ഉണങ്ങിപ്പോവുക, നിന്റെ നദികളെ ഞാൻ വറ്റിക്കും എന്ന് അവിടുന്ന് ആഴത്തോട് കൽപ്പിക്കുന്നു. ഇവിടെ നമ്മൾ കാണുമ്പോൾ ആശയപരമായി ഉണങ്ങിപ്പോവുക, എന്തോ ഒന്നിന് ദൈവം ഉണക്കിക്കളയുന്നു. അതിന് പറയാണ്, നിന്റെ നദികളെ ഞാൻ വറ്റിക്കും എന്ന് അവിടുന്ന് ആഴത്തോട് കൽപ്പിക്കുന്നു. ഇത് തൊട്ടടുത്ത വാക്യം കൂടി വായിച്ചാലേ നമുക്ക് കാര്യം മനസ്സിലാവത്തുള്ളൂ. സൈറസിനെ പറ്റി, ഞാൻ നിയോഗിച്ച ഇടയനെ പറ്റി, അവൻ എൻ്റെ ഉദ്ദേശം സഫലമാക്കുമെന്നും ജെറുസലേമിനെ കുറിച്ച് അവൾ പുനരുദ്ധരിക്കപ്പെടുമെന്നും ദേവാലയത്തെക്കുറിച്ച് നിന്റെ അടിസ്ഥാനം ഉറപ്പിക്കുമെന്നും അവിടുന്ന് അരുളി ചെയ്യുന്നു. ഒന്ന്, ദേവാലയത്തെ അവൻ പുതുക്കി പണിയും, ജെറുസലേമിനെ അവൻ തിരിച്ചു വിളിക്കും, ഇസ്രായേലിനെ അവൻ രക്ഷിക്കും. ഇങ്ങനെ പ്രധാനപ്പെട്ട വിഷയങ്ങളെല്ലാം പറഞ്ഞിട്ട് ഒരു പേര്, കൃത്യമായൊരു പേര് അവിടെ പ്രവാചകൻ പറയുകയാണ്. ആ പേരെന്താണ്? സൈറസ് എന്ന പേരാണ്, അല്ലേ? സൈറസ് എന്നൊരു രാജാവിനെ കുറിച്ച്, അല്ലെങ്കിൽ ഒരു വ്യക്തിത്വത്തെക്കുറിച്ച്, ഒരു വ്യക്തിനാമത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം എടുത്തു പറയുകയാണ്. ഇത് പറയുമ്പോൾ സൈറസ് ജനിച്ചിട്ടുണ്ടോ? സൈറസ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടോ? അവൻ്റെ അപ്പൻ ജനിച്ചിട്ടുണ്ടോ? ഇല്ല. അതായത് സൈറസിൻ്റെ അപ്പനോ ജനിക്കുന്നതിന് മുൻപ് ദൈവത്തിൻ്റെ പ്രവാചകൻ ഇങ്ങനെ വിളിച്ചു പറയുകയാണ്, സൈറസിനെ ഞാൻ എഴുന്നേൽപ്പിക്കും, ഞാൻ അവനെ എൻ്റെ ഇടയനായി ഞാൻ നിയോഗിക്കും, അവൻ എൻ്റെ ഉദ്ദേശം സഫലമാക്കും, അവൻ ജെറുസലേമിനെ പുതുക്കി പണിയും, അവൻ ഇസ്രായേലിനെ വീണ്ടെടുക്കും, ദേവാലയത്തെ അവൻ പുനരുദ്ധരിക്കും. ആ സമയത്ത് സൈറസ് ഇല്ല. സൈറസോ അവൻ്റെ അപ്പനോ ജനിക്കുന്നതിന് മുൻപ് ദൈവം ഒരു വലിയ പ്രവചനം പറയുകയാണ്. ഈ പ്രവചനത്തിൻ്റെ അടുത്തുകൂടെ സംഭവിക്കുന്ന മറ്റ് ചില കാര്യം കൂടി പറഞ്ഞു വെക്കുകയാണ്. ആ പറഞ്ഞു വെച്ചൊരു കാര്യമാണ്, നദിയെ ഞാൻ ഉണക്കും, ആഴത്തോട് ഞാൻ കൽപ്പിക്കും, അത് വറ്റി വരണ്ട് പോകും. ഇതെല്ലാം വായിക്കുമ്പോൾ നമുക്ക് യാതൊരു കാര്യവും മനസ്സിലാകത്തില്ല.
അതായത് യെശയ്യാ പ്രവചനം ഈ 44 അധ്യായം മാത്രം വായിച്ചാൽ നമുക്കൊന്നും അവിടെ മനസ്സിലാക്കാൻ പോകുന്നില്ല. അത് മനസ്സിലാകണമെങ്കിൽ എസ്രാ പ്രവാചകൻ അതിൻ്റെ 1 അധ്യായം 1-2 വാക്യം വായിച്ചാൽ എന്താണ് ഈ സംഭവമെന്നും ഇത് സംഭവിച്ചോ എന്നും നമുക്ക് കൂടുതലായി മനസ്സിലാക്കണമെങ്കിൽ എസ്രാ അതിൻ്റെ 1 അധ്യായം 1-2 വാക്യം നമുക്കൊന്ന് വായിക്കാം. വായിച്ചോളൂ. പേർഷ്യ രാജാവായ വായിച്ചോ ജെറമ്യായിലൂടെ കർത്താവ് അരുളി ചെയ്ത വചനങ്ങൾ നിറവേറ്റേണ്ടതിന് യിരെമ്യാ മുഖാന്തരമുണ്ടായ യഹോവയുടെ അരുളപ്പാട് നിവൃത്തിയാകേണ്ടതിന് പാർസ്യ രാജാവായ കോരേശിന്റെ 1-ാം ആണ്ടിൽ യഹോവ പാർസ്യ രാജാവായ കോരേശിന്റെ മനസ്സിനെ ഉണർത്തിയിട്ട്. അതായത് ഈ പ്രവചനം ജെറമ്യായിലൂടെ പറഞ്ഞിട്ടുണ്ട്, ഇതേ പ്രവചനം യെശയ്യായിലൂടെ പറഞ്ഞിട്ടുണ്ട്. ഈ പ്രവചനം സകല പ്രവാചകന്മാരിലൂടെയും പറഞ്ഞത് സംഭവിക്കുന്ന കാര്യത്തെക്കുറിച്ച് എസ്രാ പറയുകയാണ്. ജെറമ്യായിലൂടെ കർത്താവ് അരുളി ചെയ്ത വചനങ്ങൾ നിറവേറ്റേണ്ടതിന് പേർഷ്യ രാജാവായ സൈറസിനെ അവൻ്റെ 1-ാം ഭരണവർഷം കർത്താവ് പ്രചോദിപ്പിക്കും. അവൻ ഒരു വിളംബരം എഴുതി രാജ്യം മുഴുവൻ പ്രസിദ്ധപ്പെടുത്തും. അതിന് താഴോട്ട് വായിച്ചാൽ യൂദയായെ അവൻ പുതുക്കി പണിയുന്നതും ജെറുസലേമിനെ അവൻ പുനരുദ്ധരിക്കുന്നതും ജെറുസലേം ദേവാലയത്തെ അവൻ വീണ്ടെടുത്ത് പണിയുന്നതും എല്ലാ കാര്യങ്ങളും നമുക്ക് ആ കഥകളെല്ലാം ഒരു കഥ പോലെ സംഭവിച്ച കാര്യങ്ങളുടെ ചരിത്രങ്ങൾ നമുക്ക് വായിക്കാൻ പറ്റും. അപ്പോൾ നമ്മളവിടെ വേറൊരു കാര്യം കണ്ടു. ജെറമ്യ എന്തോ പ്രവചിച്ചു വെച്ചിരിക്കുക. ജെറമ്യ, നമ്മൾ യെശയ്യാ കണ്ടു, എസ്രാ കണ്ടു. ഇനി അതേ കാര്യം തന്നെ ആര് പ്രവചിച്ചിട്ടുണ്ട്? ജെറമ്യായും പ്രവചിച്ചിട്ടുണ്ട്. ജെറമ്യ പ്രവചനം അതിൻ്റെ 25-ാം അധ്യായം അതിൻ്റെ 11-12 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. ജെറമ്യ 25, 11, 12. ഈ ജനതകൾ ബാബിലോൺ രാജാവിന് 70 വർഷം ദാസ്യവൃത്തി ചെയ്യും. 70 വർഷം പൂർത്തിയാകുമ്പോൾ ബാബിലോൺ രാജാവിനെയും ജനത്തെയും കൽദായ ദേശത്തെയും അവരുടെ അകൃത്യങ്ങൾ നിമിത്തം ഞാൻ ശിക്ഷിക്കും. ആ ദേശത്തെ ശാശ്വത ശൂന്യമാക്കി തീർക്കും. അതായത് ദൈവത്തിൻ്റെ ഒരു സ്വഭാവം അവിടെ കാണുക. ദൈവത്തിൻ്റെ സ്വഭാവം എന്താണെന്ന് നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒന്ന്, ഈ ജനതകൾ ബാബിലോൺ രാജാവിന് എത്ര വർഷം ദാസ്യവൃത്തി ചെയ്യും? 70 വർഷം. എത്ര വർഷം ചെയ്യും? 70 വർഷം. നിങ്ങളത് വായിച്ചേ നിങ്ങളുടെ ബൈബിളിൽ 70 വർഷം ദാസ്യവൃത്തി ചെയ്യും. എൻ്റെ ഒരു ചോദ്യം, 70 വയസ്സായ ആരെങ്കിലും ഇവിടെ ഉണ്ടോ? 70 വയസ്സ്. ഓക്കെ, അമ്മച്ചിക്ക് 70 വയസ്സ് കൂടുതലായി. ഓക്കെ, ബാക്കി ആരും 70 വയസ്സായിട്ടില്ല. ഓക്കെ, ഈ 70 എത്തി നിൽക്കുന്നുണ്ട്. അതാണ് ആൻറ്റി പറയാ, ഒന്നും കൂടി കഴിഞ്ഞെങ്കിൽ ഞാനും കൈ വയ്ക്കുക എന്നുള്ളതാണ്. കുഴപ്പമില്ല, നമുക്ക് അടുത്ത വർഷം കൈ വെക്കാം, കുഴപ്പമില്ല. 70 വർഷം ദാസ്യവൃത്തി ചെയ്യേണ്ടി വന്നാലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. ഇപ്പോൾ നമുക്കിപ്പോൾ 69, 50, 40, 30 എത്ര വയസ്സെങ്കിലും ആവട്ടെ, ജനിച്ച അന്ന് മുതൽ 70 വർഷം ദാസ്യവൃത്തി ചെയ്യേണ്ടി വരുന്ന ഒരു അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്ക്. എന്തായിരിക്കും അവസ്ഥ? കർത്താവിനോട് നമ്മൾ എന്തായിരിക്കും പറയുന്നത്? അങ്ങോട്ട് എടുത്തുകൂടെ, എന്നാ കാണിക്കാൻ ഇങ്ങോട്ട് വിട്ടേ അല്ലേ? കർത്താവിനോട് നമ്മൾ അതല്ലേ ചോദിക്കത്തുള്ളൂ. ഈ കുരിശ് എപ്പോൾ ജീവിച്ചു തുടങ്ങിയോ അന്ന് മുതൽ കഷ്ടപ്പാടാണ്, അന്ന് മുതൽ ദുരിതമാണ്. ഈ ദുരന്തം എന്തിനാ നീ ഈ ജീവിതം തന്നെ അല്ല? ഇതല്ലേ നമ്മൾ കർത്താവിനോട് ചോദിക്കത്തുള്ളൂ. നമ്മൾ വചനം വായിക്കുക, 70 വർഷം ദാസ്യവേല ചെയ്യും. അതിൻ്റെ കാര്യം കൂടെ അവിടെ പറഞ്ഞിട്ടുണ്ട്. 70 വർഷം പൂർത്തിയാകുമ്പോൾ ഞാൻ നിന്നെ വീണ്ടെടുക്കുമെന്ന് പറഞ്ഞ് ആ വാക്യം ഒന്നുകൂടി വായിച്ചോ ബ്രദറെ. ഈ ജനതകൾ 70 വർഷം പൂർത്തിയാകുമ്പോൾ ബാബിലോൺ രാജാവിനെയും ജനതയെയും കൽദായ ദേശത്തെയും അവരുടെ അകൃത്യങ്ങൾ നിമിത്തം ഞാൻ ശിക്ഷിക്കും. ആ ദേശത്തെ ശാശ്വത ശൂന്യതയാക്കി തീർക്കും. ഈ യെശയ്യാ പ്രവചനം തന്നെ 29-ന്റെ 10 കൂടി ഒന്ന് വായിക്കാമോ? അപ്പോൾ നമുക്ക് അവിടെ ഒരു കാര്യം കൂടി നമുക്ക് മനസ്സിലാവും. 29-ന്റെ 10. ഞാൻ അവരെ അയച്ചിട്ടില്ല, കർത്താവ് അരുൾ ചെയ്യുന്നു. ബാബിലോണിൽ 70 വർഷം പൂർത്തിയാകുമ്പോൾ ഞാൻ നിങ്ങളെ സന്ദർശിച്ച് നിങ്ങളെ ഈ സ്ഥലത്തേക്ക് തിരികെ കൊണ്ടുവരുമെന്നുള്ള എൻ്റെ വാഗ്ദാനം 70 വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ തിരിച്ചു വരത്തുള്ളൂ, ഞാൻ നിങ്ങളെ സന്ദർശിക്കത്തുള്ളൂ, ഞാൻ നിങ്ങളുടെ മുൻപിൽ വരത്തുള്ളൂ. അങ്ങനെ സന്ദർശിച്ച് ഞാൻ എന്ത് ചെയ്യും? ഞാൻ തിരിച്ചു കൊണ്ടുവരും. ഇവിടെ എല്ലാം നമ്മളൊരു 70 വർഷത്തിൻ്റെ കണക്ക് നമ്മൾ കണ്ടു അല്ലേ? 70 വർഷത്തിൻ്റെ കണക്ക് കൃത്യമായിട്ട് 25-ാം വാക്യത്തിൽ അതിലവിടെ 11-ാം വാക്യം ശരിക്കും പറഞ്ഞത് 70 സംവത്സരത്തെ പാപമാണ് ഇവരെ മൂടി വച്ചിരിക്കുന്നത്. 70 സംവത്സരത്തെ പാപം. ഈ പാപം എന്താണെന്ന് തിരിച്ചറിയണമെങ്കിൽ നമ്മൾ ലേവ്യ പുസ്തകത്തിലേക്ക് ഒന്ന് സഞ്ചരിച്ചാലേ നമുക്ക് ഈ പാപം വ്യക്തമായി നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ. ലേവ്യ പുസ്തകം അതിൻ്റെ 25-ാം അധ്യായം 20-ഉം 22-ഉം വാക്യം അതുകൂടി വായിച്ചിട്ട് നമുക്ക് ആശയത്തിലേക്ക് പെട്ടെന്ന് വരാം. ലേവ്യ പുസ്തകം 25-ന്റെ 20 മുതൽ 22 വരെ.
ഞങ്ങൾ 7-ാം വർഷം വിതയ്ക്കുകയും വിളവെടുക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ എന്തു ഭക്ഷിക്കും എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. 6-ാം വർഷം എൻ്റെ അനുഗ്രഹം ഞാൻ നിങ്ങളുടെ മേൽ ചൊരിയും. 3 വർഷത്തേക്കുള്ള വിളവ് അത് നിങ്ങൾക്ക് പ്രദാനം ചെയ്യും. 26:33 മുതലൊന്ന് വായിക്കാമോ? 26 ലേവ്യ പുസ്തകം 26:33. ജനതകളുടെ ഇടയിൽ ഞാൻ നിങ്ങളെ ചിതറിക്കും, ഊരിയ വാളോടെ നിങ്ങളെ പിന്തുടരും. ഇതെന്തായി പറഞ്ഞത് മനസ്സിലായോ? അതായത് നിങ്ങൾ 7 വർഷം സാബത്ത് ആചരിക്കണം. 7-ാം വർഷം 6 വർഷം നിങ്ങൾക്ക് അവിടെ വിതയ്ക്കാം, കൊയ്യാം, എല്ലാ വിളവുകളും സ്വന്തമായിട്ട് എടുക്കാം. പക്ഷെ 7-ാമത്തെ വർഷം നിങ്ങൾക്ക് സാബത്തായിരിക്കണം. നിങ്ങൾ വിതയ്ക്കാൻ പാടില്ല, കൊയ്യാൻ പാടില്ല. ദൈവത്തിൻ്റെ കൽപ്പനകൾ നിങ്ങൾ പാലിക്കണം. അപ്പോൾ നിങ്ങൾ ചോദിക്കും, അതെങ്ങനെ 7-ാമത്തെ വർഷം ഞങ്ങൾ എങ്ങനെ ജീവിക്കുക? അപ്പോൾ ദൈവം പറയുന്നത് 6-ാമത്തെ വർഷം 7-ാം വർഷത്തേക്കും 8-ാം വർഷത്തേക്കുമുള്ള വിളവ് ദൈവം നിനക്ക് നൽകും. അതായത് 2 വർഷത്തേക്കുള്ള വിളവ് ഒരുമിച്ച് ദൈവം നിനക്ക് നൽകും. അതുകൊണ്ട് ആ വിളവ് സ്വീകരിച്ച് നീ 7-ാം വർഷത്തെ തരിശു ഭൂമിയായിട്ടിടണം. നീ അവിടെ ഒരു കാര്യവും ചെയ്യരുത്. ഇസ്രായേൽ നമ്മളെപ്പോലെ തന്നെയാണ്, നല്ല പ്രഗത്ഭരായിട്ടുള്ള ആളുകളാണ്. സ്വാഭാവികമായും ഒരു കൽപ്പനകളൊക്കെ പാലിക്കും, ദൈവത്തിൻ്റെ കൽപ്പനകളെ ശ്രേഷ്ഠമായി കരുതും. പക്ഷേ കുറച്ചങ്ങോട്ട് മുന്നോട്ട് പോയി കഴിയുമ്പോൾ നമ്മളെപ്പോലെ ഈ എല്ലിൻ്റെ ഇടയിൽ തിന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ മുളയ്ക്കുക എന്നൊക്കെ പറയുമല്ലോ, അത് കഴിയുമ്പോൾ സ്വാഭാവികമായും ഉമ്മാർ നിയമത്തെ പയ്യെ അങ്ങോട്ട് മാറ്റിക്കളയും. ആദ്യമൊക്കെ ഭയങ്കര, നമ്മൾ പ്രാർത്ഥനയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ എല്ലാ കാര്യത്തിലും ഭയങ്കര തീഷ്ണതയാണ് അല്ലേ? സകല കാര്യത്തിലും അന്യായ തീഷ്ണതയാണ്. പ്രാർത്ഥനയിലാകട്ടെ, ആരാധനയിലാകട്ടെ, ദൈവിക വചനങ്ങൾ പാലിക്കുന്നതിലും വായിക്കുന്നതിലും എല്ലാം ഭയങ്കര തീഷ്ണതയാണ്. കുറച്ച് കഴിയുമ്പോൾ പതിയെ 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 താന്നോട്ട് വരും. നമുക്ക് ദൈവാനുഗ്രഹം വന്നു കഴിയുമ്പോൾ നമ്മൾ പതിയെ ഒന്ന് പിന്നോട്ട് പോകും. യൂറോപ്പിലേക്ക് പോകുന്ന വിസ വരുന്നത് വരെ എല്ലാ ദിവസവും ഉപവാസം. എപ്പോഴാണോ അവൻ വിസയ്ക്ക് അപ്ലൈ ചെയ്തത് അന്നു മുതൽ വിസ വരുന്നത് വരെ എല്ലാ ദിവസവും ഉപവാസം. എല്ലാ പ്രാർത്ഥനയ്ക്കും, 1 ഡേ പ്രയറുകൾക്കും, 3 ഡേക്കും എല്ലാം പങ്കെടുക്കും. പക്ഷേ യൂറോപ്പിൽ ചെന്ന് കാല് കുത്തിക്കഴിഞ്ഞാൽ പിന്നെ തിരക്കായി, സമയമില്ല, സൂമിനെ അറിയില്ല, യൂട്യൂബ് ഇട്ടവൻ കണ്ടിട്ട് പോലുമില്ല. അവൻ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്കിൽ മാത്രം സമയം ചെലവഴിക്കും. പ്രാർത്ഥനയും വേണ്ട, ദൈവം വേണ്ട, കർത്താവ് ഒന്നും വേണ്ട. അവൻ മറ്റൊരു വഴിയെ അവൻ യാത്ര തുടങ്ങും. ഇങ്ങനെ മനുഷ്യ ജീവിതത്തെക്കുറിച്ച് ദൈവത്തിന് നന്നായിട്ട് അറിയാം. അവിടെയാണ് ലേവ്യ പുസ്തകം വളരെ വ്യക്തമായി 26-ാം അധ്യായം 33 മുതൽ വാക്യങ്ങൾ പറഞ്ഞ്, അങ്ങനെ സംഭവിച്ചാൽ ഞാൻ നിന്നെ ശിക്ഷിക്കും. എന്താണ് ശിക്ഷ എന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. 26:33 മുതൽ വാക്യം വായിച്ചോ. ജനതകളുടെ ഇടയിൽ ഞാൻ നിങ്ങളെ ചിതറിക്കും, ഞാൻ നിന്നെ ജനതകളുടെ ഇടയിലേക്ക് ഞാൻ ചിതറിക്കും. ഊരിയ വാളോടെ നിങ്ങളെ പിന്തുടരും, ഞാൻ നിന്നെ ഒരു ഊരിയ വാളുകൊണ്ട് പിന്തുടരും. നിങ്ങളുടെ ദേശം ശൂന്യവും പട്ടണം വിജനവുമാക്കും. അതായത് ഒരൊറ്റ കുറുക്കം പോലും അവിടെ ഉണ്ടാവില്ല എന്ന്. ഒരു കുറുക്കനോ കുറുനരി പോലും ഇല്ലാത്ത രീതിയിൽ അതിനെ ഞാൻ എന്ത് ചെയ്യും? നശിപ്പിക്കും, ഞാൻ ഇല്ലാതെയാക്കും. നീ എവിടെ പോകും? നീ പ്രവാസത്തിൽ പോകേണ്ടി വരും. നിന്റെ ദേശം ഞാൻ ശൂന്യമാക്കിയിടും. ഞാൻ നിന്നെ അവിടെ കൊണ്ടുവന്നിടും. എന്നിട്ട് അവിടെ നിന്നാണ് നമ്മൾ ജെറമിയ വായിക്കുമ്പോൾ പറയുന്നത്, 70-ാം വർഷം ഞാൻ എന്ത് ചെയ്യും? ഞാൻ വീണ്ടും തിരിച്ചു വന്ന് അവൻ്റെ ആകൃത്യങ്ങളെ മനസ്സിലാക്കി ഞാൻ നിന്നെ മോചിപ്പിക്കും. എന്താണ് ഈ 70-ാം വർഷം എന്ന് നമ്മൾ പരിശോധിച്ചാൽ, ഏകദേശം ഇസ്രായേൽ ജനം ഈ രാജ്യത്തേക്ക് വന്നിട്ട് 70 സംവത്സരം. 70 സംവത്സരം എന്ന് പറയുമ്പോൾ ഓരോ 7 വർഷത്തിലും എത്ര പ്രാവശ്യം അവർ പാപം ചെയ്തു? 7-ാം വർഷമുള്ള വിളവ് എടുക്കാൻ പാടില്ലാത്തത്, വിതയ്ക്കാൻ പാടില്ലാത്തത്. അപ്പോൾ 7 വർഷമാകുമ്പോൾ അവർ1 പ്രാവശ്യം പാപം ചെയ്തു. 14 വർഷമാകുമ്പോൾ അവർ 2 പ്രാവശ്യം പാപം ചെയ്തു. ഇങ്ങനെ 70 പ്രാവശ്യം അവരെന്ത് ചെയ്തു? പാപം ചെയ്തു. 70 സംവത്സരമാകുമ്പോൾ 70 പ്രാവശ്യം അവർ പാപം ചെയ്തു. ഒരു വർഷം എന്ന കണക്കിൽ കർത്താവ് 70 വർഷം അവരെ പ്രവാസത്തിലേക്ക് വിട്ടു. കൃത്യമായി നീതിയോടെ വിധിക്കുന്നൊരു ദൈവം, ദൈവത്തിൻ്റെ ത്രാസ് കൃത്യമായി നിൽക്കുന്നൊരു ത്രാസ് ദൈവം കാണിച്ചു തരിക. 70 വർഷം നിന്റെ പാപം തികഞ്ഞു നിൽക്കുന്ന ആ പാപത്തിന് ഞാൻ നിന്നെ പ്രവാസത്തിലേക്ക് വിടും. 70-ാം വർഷം ഞാൻ തിരിച്ചു വരും. 70-ാം വർഷം നിന്റെ കഷ്ടതയെ മാറ്റും, നിന്നെ ഞാൻ വീണ്ടെടുക്കും, നിന്നെ ഞാൻ വിശുദ്ധീകരിക്കുമെന്ന് ദൈവത്തിൻ്റെ വചനം ജെറമിയായിലൂടെ അരുളപ്പാട് കൊടുത്തു. അതിനു മുൻപ് ഏശയ്യായിലൂടെ പ്രവചനം നമ്മൾ വായിച്ചു. സൈറസ് എന്ന പേരെടുത്ത് വിളിച്ചു പറഞ്ഞു, സൈറസെ അവനെ ഞാൻ ഉണർത്തും എന്ന് ഏശയ്യായിലൂടെ പ്രവചനം പറഞ്ഞു. വീണ്ടും അത് ജെറമിയായിലൂടെ പ്രവചനം പറയുന്നു. ഈ ജെറമിയായിലൂടെ പ്രവചനം പറയുമ്പോൾ കൃത്യം കാലഘട്ടം പറയുക. പ്രവാസത്തിലേക്ക് പോയി
70-ാം വർഷം ഞാൻ തിരിച്ചു കൊണ്ടുവരും. എന്ത് സംഭവിച്ചു? അത് നമ്മൾ എസ്രാ പ്രവചനത്തിലും അല്ലെങ്കിൽ നെഹമ്യയിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. ചരിത്രങ്ങൾ പരിശോധിച്ച് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. സൈറസ് എന്നൊരു രാജാവ് അവിടെ വരികയും ബാബിലോൺ പ്രവാസത്തിലായിരിക്കുന്ന ഇസ്രായേൽ ജനത്തെ, അതായത് യഹൂദൻ താമസിച്ചിരുന്ന ജെറുസലേമിലും അതിൻ്റെ ചുറ്റുപാടുകളിലും വന്ന് ബാബിലോൺ രാജാവ് നബൂഖദ്നേസർ വന്ന് അതിനെ തകർത്തു, അതിനെ നശിപ്പിച്ചു. അവിടുന്ന് സ്വർണ്ണപാത്രങ്ങൾ മുതൽ സകല സമ്പത്തും സകല ജനത്തെയും പിടിച്ചു കൊണ്ടുപോയി അടിമയാക്കി പ്രവാസത്തിൽ കഴിയുക. ഇപ്പോൾ ജനം ജെറുസലേം ശൂന്യമായി കിടക്കുക. അവിടെ യാതൊരുവിധ കാര്യവുമില്ലാതെ നശിച്ച് തകർന്നു കിടക്കുന്ന അവസ്ഥ. ഇപ്പം എവിടെയാ ഇസ്രായേൽ ഇരിക്കുന്നത്? യഹൂദ ജനം എവിടെ ഇരിക്കുന്നത്? ബാബിലോണിൽ പ്രവാസത്തിൽ കഴിയുകയാണ്. ഈ ബാബിലോണിൽ പ്രവാസത്തിൽ കഴിയുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് സൈറസിനെ ഉണർത്തി. സൈറസ് നോക്കുമ്പോൾ അപ്പുറമുള്ള രാജ്യം ശക്തമാണ്. യാതൊരു വിധത്തിലും ഈ പറയുന്ന നബൂഖദ്നേസറിനെയോ അവൻ്റെ രാജ്യത്തെയോ തകർക്കാൻ കഴിയത്തില്ല. ഒരു തരത്തിലും നശിപ്പിക്കാൻ കഴിയത്തില്ല. ഒരു തരത്തിലും അതിനെ വീണ്ടെടുക്കാൻ കഴിയത്തില്ല. പക്ഷേ ഇതാ ബാബിലോൺ രാജ്യം ആർക്കെതിരെ വരാൻ പോകുന്നു? സൈറസിനെതിരെ ഇങ്ങോട്ട് ആക്രമിക്കാൻ വരുന്നു. അപ്പോഴാണ് സൈറസ് മനസ്സിലാക്കുന്നത്, ഇങ്ങോട്ട് കയറി അടിക്കുന്നതിന് മുമ്പ് അങ്ങോട്ട് കയറി ഒരു കിറുക്കിട്ടൊരു തോണ്ടെങ്കിലും കൊടുത്തിട്ട് ചത്താൽ അത്രയും സമാധാനം. എന്തായാലും ജയിക്കാനൊന്നും പോകുന്നില്ല, കാരണം അത്രയും വലിയ സൈന്യമാണ്, അത്രയും ശക്തമാണ്. എന്തായാലും എൻ്റെ ഭാര്യമാരും എൻ്റെ കുഞ്ഞുങ്ങളും എൻ്റെ രാജ്യവും നശിക്കും. എന്നാൽ പിന്നെ ഒന്ന് പൊരുതി നോക്കാമെന്ന് കരുതി സൈറസ് അങ്ങോട്ട് യുദ്ധത്തിന് പോവുക. സൈറസ് അങ്ങോട്ട് യുദ്ധത്തിന് ചെല്ലുമ്പോൾ സൈറസിന് അറിയത്തില്ല, കാരണം അങ്ങനെ ഒരു വിജാതീയ രാജാവാണ്. പുള്ളിക്ക് ഈ പറയുന്ന എസ്രാ പ്രവചിച്ചത് അറിയത്തില്ല, ഈ പറയുന്ന ജെറമിയ പ്രവചിച്ചു വെച്ചിരിക്കുന്ന അറിയത്തില്ല, ഈ പറയുന്ന യേശയ്യ പ്രവചിച്ചു വെച്ചിരിക്കുന്ന അറിയത്തില്ല. ഇവരൊക്കെ ആരാണ് എന്താണ് ഒന്നും അറിയില്ല. കാരണം അവനാരാ? അവനൊരു വിജാതീയ രാജാവാണ്. അവൻ വിശ്വസിക്കുന്ന വേറെ ദൈവത്തെക്കുറിച്ചാണ്. അവൻ്റെ ദൈവം വേറെയാണ്, അവൻ്റെ ചിന്ത വേറെയാണ്. ഈ പറയുന്ന യാതൊരു കാര്യവും സൈറസിന് അറിയത്തില്ല. സൈറസ് എന്തായാലും ചാവാൻ പോവുക, എന്നാൽ പിന്നെ പൊരുതി ചാവാം എന്ന് കരുതി അവൻ യുദ്ധത്തിന് ഇറങ്ങുന്നു. എന്ത് സംഭവിച്ചു എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ നേരത്തെ വായിച്ചത്. യെശയ്യാ പ്രവചനം അതിൻ്റെ 44-ാം അധ്യായം 27-ാം വാക്യം നമ്മൾ വായിച്ചത്. ഉണങ്ങിപ്പോവുക, നിന്റെ നദികളെ ഞാൻ വറ്റിക്കും എന്ന് അവിടുന്ന് ആഴത്തോട് കൽപ്പിക്കുന്നു. സൈറസിനെ പറ്റി ഞാൻ നിയോഗിച്ച ഇടയനാണ് അവൻ. അതായത് ഈ യൂഫ്രട്ടീസ് നദി ഉണങ്ങി അതിനെ വറ്റിച്ച് സൈറസിനും അവൻ്റെ സൈന്യത്തിനും സകല സൈന്യത്തിനും ഈ പറയുന്ന ബാബിലോൺ പ്രദേശത്ത് കയറി അവൻ്റെ സൈന്യത്തെ ഇല്ലാതാക്കാൻ, തകർക്കാൻ വേണ്ടി ദൈവം ഒരു വാതിൽ തുറന്നിട്ട് കൊടുത്തു. അതാണ് 45-ന്റെ 1 മുതൽ വാക്യം. യെശയ്യാ പ്രവചനം 45-ന്റെ 1 മുതൽ വാക്യങ്ങൾ നമ്മൾ വായിച്ചാൽ അത് നമുക്ക് കാണാൻ പറ്റും. വായിച്ചോ. രാജ്യങ്ങൾ കീഴടക്കുന്നതിനും രാജാക്കന്മാരുടെ അരപ്പട്ടകൾ അഴിക്കുന്നതിനും നഗര കവാടങ്ങൾ അടയ്ക്കാതെ തുറന്നിടുന്നതിനും വേണ്ടി ആരുടെ വലത് കൈ ഞാൻ ഗ്രഹിച്ചിരിക്കുന്നുവോ തൻ്റെ അഭിഷിക്തനായ ആ സൈറസിനോട് കർത്താവ് അരുൾ ചെയ്യുന്നു. അതായത് കർത്താവ് പറയുക, സൈറസെ നിന്നെ നിയോഗിച്ചത് ഞാനാ. നീ വിജാതീയ ദേവനെ ആരാധിക്കുമ്പോഴും നീ വിജാതീയ ദൈവങ്ങളെ പൂജിക്കുമ്പോഴും നിന്റെ പേര് ചൊല്ലി വിളിച്ച് നിന്നെ നിയോഗിച്ചത് രാജ്യങ്ങളെ കീഴടക്കാൻ വേണ്ടിയിട്ടാണ്. ആ രാജ്യങ്ങളെ കീഴടക്കാൻ നിന്നെ ഞാൻ വിളിക്കുമ്പോൾ നിനക്ക് വേണ്ടി അരപ്പട്ട കെട്ടുന്നതും നിനക്ക് വേണ്ടി എല്ലാ പ്രവൃത്തിയും ചെയ്യുന്നത് സർവശക്തനായ ദൈവമാണെന്ന് വ്യക്തമായിട്ട് പറയും. അവിടെ 2-ാം വാക്യം നമ്മൾ ആവശ്യത്തിനും അനാവശ്യത്തിനും എല്ലാം പ്രാർത്ഥിക്കുന്ന ഒരു വാക്യമാണ്. ആ 2-ാം വാക്യം നിങ്ങൾ മനസ്സിരുത്തി ഒന്ന് വായിച്ചു നോക്കിയേ. വായിച്ചോ. ഞാൻ നിനക്ക് മുൻപേ പോയി മലകൾ നിരപ്പാക്കുകയും മലകളെ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും സകല പിച്ചളവാതിലുകളെയും തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും. ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിന്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് നിനക്ക് വലിയ നിധികൾ ഞാൻ തരും. സൈറസിന് അറിയത്തില്ല ഇതൊന്നും. ഇവനെക്കുറിച്ച് വർഷങ്ങൾക്ക് മുൻപ് യേശയ്യാ പ്രവചിച്ചു വെച്ചിരിക്കുന്നതും ഇവനെക്കുറിച്ച് വർഷങ്ങൾക്ക് മുൻപ് ജെറമിയ പ്രവചിച്ചു വെച്ചിരിക്കുന്നതും ആർക്കും ഒന്നും അറിയില്ല. സൈറസിന് ഇതിനെക്കുറിച്ച് യാതൊരുവിധ അടിസ്ഥാന ബോധം പോലും ഇല്ല. പക്ഷെ സൈറസ് ചെന്നപ്പോൾ സൈറസ് കണ്ട കാഴ്ച ഇതാണ്. അകത്ത് പ്രവേശിക്കാൻ കഴിയാത്ത വണ്ണം അത്രത്തോളം സെക്യൂരിറ്റി ഉള്ള ആ ബാബിലോൺ രാജ്യത്തിൻ്റെ സകല കവാടങ്ങളും ഇതാ സൈറസിന് വേണ്ടി തുറന്നിട്ടിരിക്കുക. സൈറസിന് വേണ്ടി എല്ലാ സാഹചര്യങ്ങളും അനുകൂലമാക്കിയിരിക്കുക. അവൻ്റെ ഇരുമ്പോടാമ്പലുകളും പിച്ചളവാതിലുകളും തകർത്ത് അകത്ത് കയറി യുദ്ധം ചെയ്യാനുള്ള വാതിൽ പോലും തുറന്നിട്ട് കൊടുക്കുന്നൊരു ദൈവത്തെ സൈറസ് കാണുകയാണ്.
സൈറസിന് അറിയത്തില്ല ഇത് ദൈവിക പ്രവചനമാണെന്നുള്ളതൊന്നും. സൈറസ് അകത്ത് കയറി ശത്രുവിൻ്റെ സൈന്യത്തെ തകർത്തു, എല്ലാം കൊന്നു, എല്ലാത്തിനെയും നശിപ്പിച്ച് അവൻ തിരിച്ചു വരുമ്പോഴാണ് ദൈവത്തിൻ്റെ പ്രവാചകന്മാർ പോയി സൈറസിനോട് പറയുന്നത്, സൈറസ് നീ വിചാരിക്കും നിന്റെ കഴിവാണെന്ന്. ഇത് നിന്റെ കഴിവല്ല, ഇത് സ്വർഗത്തിൻ്റെ ദൈവം ഇത് മുന്നമേ പ്രവചിച്ചു വെച്ചിരിക്കുന്നതാ. ഇതാ ഞങ്ങളുടെ പുസ്തകത്തിൽ ദൈവത്തിൻ്റെ വചനം നിന്റെ പേരെടുത്ത്, സൈറസ് എന്ന പേരെടുത്ത് എഴുതി വെച്ചിരിക്കുന്ന ആ പ്രവചനത്തിൻ്റെ പൂർത്തീകരണമാ. ഇതാണ് ഇവിടെ സംഭവിച്ചത് എന്ന് ദൈവത്തിൻ്റെ വചനം വെളിപ്പെടുത്തി കൊടുക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. ദൈവം നമ്മളെ ഇങ്ങനെ ശിക്ഷിച്ചാൽ, അതായത് 1 വർഷം അവൻ പാപം ചെയ്തു, അതിനുവേണ്ടി അവനെ 1 വർഷം ശിക്ഷിച്ചു. 70 പ്രാവശ്യം അവൻ പാപം ചെയ്തു, അതിനുവേണ്ടി 70 സംവത്സരം പാപം ചെയ്തതിൻ്റെ 70 വർഷം അവനെ പ്രവാസത്തിലേക്ക് വിട്ടു. നമ്മളോട് കർത്താവ് ഇങ്ങനെ പ്രവർത്തിച്ചിരുന്നെങ്കിൽ എങ്ങനെയുണ്ടാവും? പോട്ടെ, എന്തായാലും ഒരു 15 വയസ്സ് വരെ ഒന്നും പാപമൊന്നും അറിയില്ലല്ലോ, എന്താ പാപം എന്നുള്ള ബോധം പോലും ഇല്ല. അപ്പം 15 വയസ്സ് മുതൽ ഇന്ന് വരെ ഞാൻ ചെയ്ത പാപങ്ങൾ എനിക്കിപ്പോൾ 40 അവിടെ ഇരിക്കട്ടെ, അതിൽ കൂടുതൽ വേണ്ട, കണക്ക് കൂട്ടാൻ എളുപ്പമില്ല. 40 വയസ്സ് എന്ന് നിങ്ങൾ വിചാരിക്കുക. 25-ാം വയസ്സിൽ ഞാൻ മാനസാന്തരത്തിലേക്ക് വന്നു. അപ്പോൾ എത്ര വർഷം? 25 വർഷം അല്ലേ? ഈ 15 വർഷത്തെ കാര്യം വിടാം. അതിന് മുമ്പുള്ള ഏകദേശം ഒരു 15 വർഷം എൻ്റെ പാപത്തെ ദൈവം കണക്കാക്കിയില്ലെങ്കിലും 15 മുതൽ 25 വർഷം വരെയുള്ള പാപമുണ്ടല്ലോ, അതായത് 10 വർഷം. ഈ 10 വർഷത്തെ പാപത്തിന് എന്നെ പ്രവാസത്തിലേക്ക് വിട്ടിരുന്നെങ്കിൽ എന്ത് സംഭവിക്കും? ഞാൻ തകർന്ന് തരിപ്പണമായി പോയേനെ. ഞാനിന്ന് ദൈവത്തെ ആരാധിക്കാൻ പോലും, കൈ ഉയർത്താൻ പോലും കഴിയാത്തവണ്ണം ഞാൻ നശിച്ചു പോയേനെ. പക്ഷെ ദൈവത്തിൻ്റെ കൃപ നമ്മുടെ മേലുള്ളത് കൊണ്ട്, ദൈവത്തിൻ്റെ കരുണ നമ്മുടെ മേലുള്ളത് കൊണ്ട്, ദൈവത്തിൻ്റെ കരുതൽ നമ്മുടെ മേലുള്ളത് കൊണ്ടാണ് നമ്മൾ ഇന്നും നിലനിൽക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതായത് പഴയ നിയമത്തിൽ കൃത്യമായി പ്രവചനങ്ങൾ എഴുതി, കൃത്യമായി വർഷങ്ങളെക്കുറിച്ച് പറഞ്ഞ് 70 വർഷം നീ പ്രവാസത്തിലേക്ക് പോകും, നിന്റെ പാപത്തിൻ്റെ തിന്മയെ മാറ്റി ഞാൻ കഴുകി നിന്നെ വിശുദ്ധീകരിച്ച് നിന്നെ തിരിച്ചു കൊണ്ടുവരുമെന്ന് പറഞ്ഞ ആ ദൈവത്തിൻ്റെ അതേ നീതിയിൽ തന്നെയാണ് ഇപ്പോഴും നമ്മൾ നിൽക്കുന്നത്. പക്ഷേ ആ നീതിയെ മറികടക്കുന്ന ഒരു കാൽവരിയിലെ ക്രൂശ് നിനക്ക് വേണ്ടിയുള്ളത് കൊണ്ട്, എനിക്കും നമുക്കും വേണ്ടിയുള്ളത് കൊണ്ട്, നിന്റെ പാപത്തിനെ കണക്കിലെടുക്കാതെ, നിന്റെ പാപത്തിനെ വിലക്കെടുക്കാതെ നിന്നെ വിശുദ്ധീകരിച്ച് എന്ന് നീ ക്രിസ്തുവിലേക്ക് തിരിഞ്ഞുവോ, എന്ന് കർത്താവിൻ്റെ വചനത്തിലേക്ക് തിരിഞ്ഞുവോ, അന്ന് തന്നെ നിന്നെ വീണ്ടെടുത്ത ഒരു ദൈവത്തിൻ്റെ കൃപയിലാണ് നമ്മളായിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. യേശുവെ സ്തുതിക്കുന്നു, യേശുവെ മഹത്വപ്പെടുത്തുന്നു. പക്ഷെ അവിടെ എല്ലാം നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഈ 25-ാം വയസ്സിൽ മാനസാന്തരത്തിലേക്ക് വന്നു അല്ലേ? 25-ാം വയസ്സിൽ മാനസാന്തരത്തിലേക്ക് വന്ന് അന്ന് തന്നെ നിന്റെ സകല കടവും വീട്ടി. ഏത് കടം? നിന്റെ പാപം, നിന്റെ ആകൃത്യം, നിന്റെ തിന്മ, സകലതും കർത്താവ് അവൻ്റെ ക്രൂശിൽ വീട്ടി. അങ്ങനെ വീട്ടിയ ദൈവം നിന്നെ വിശുദ്ധീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴും നീ വിചാരിക്കരുത് പിറ്റേ ദിവസം റിലയൻസ് അംബാനിയുടെ മകനാകാമെന്ന് നീ വിചാരിക്കരുത്. അങ്ങനെ പറ്റുമോ? അങ്ങനെ സംഭവിക്കുമോ? അതിനൊരു കാരണമുണ്ട് വ്യക്തമായിട്ട്. കാരണം ഇസ്രായേലിനോട് ദൈവം കാണിച്ച നീതി എന്തായിരുന്നു? ദൈവത്തിൻ്റെ സ്വന്തം ജനത്തോട് ദൈവം കാണിച്ചൊരു നീതി, 70 സംവത്സരത്തിൽ 70 പ്രാവശ്യം പാപം ചെയ്ത ആ ജനത്തെ 70 വർഷം പ്രവാസത്തിലേക്ക് വിട്ടൊരു ദൈവമുണ്ട്. കാരണം അത് നിയമത്തിൻ്റെ കാലഘട്ടമാണ്. ഒരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞ് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. എൻ്റെ മകൻ ഒരു 5-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ അവനൊരു സൈക്കിൾ വാങ്ങി കൊടുക്കാതെ ഞാൻ അവനോട് ഏറ്റു. നീ 5-ാം ക്ലാസ്സിൽ നല്ല മാർക്ക് വാങ്ങിയാൽ നിനക്ക് ഞാനൊരു സൈക്കിൾ വാങ്ങിത്തരാം. അത് ഡെക്കോത്തലോണിൽ ഒരു 10,000 രൂപ വിലയുള്ളൊരു സൈക്കിൾ വാങ്ങി കൊടുക്കാതെ ഞാൻ അവനോട് ഏറ്റു എന്ന് നിങ്ങൾ വിചാരിക്കുക. അങ്ങനെ ചിന്തിക്കുക. നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് ചിന്തിച്ചു വയ്ക്കുക. അവൻ നല്ല മാർക്ക് വാങ്ങി, ഞാൻ പൈസ സ്വരുക്കൂട്ടി 10,000 രൂപ ഞാൻ ഒരുക്കി വെച്ചു. അവൻ നല്ല മാർക്ക്, ഞാൻ പ്രതീക്ഷിച്ചതിലും അധികം മാർക്ക് വാങ്ങി. സൈക്കിൾ നമുക്ക് ശനിയാഴ്ച കാലത്ത് പോയി വാങ്ങാം. എഗ്രിമെൻ്റായി മകൻ്റെ അടുത്ത്. ഓക്കെ, നമുക്ക് പോകാം. എല്ലാം വാക്ക് കൊടുത്തു. ഇങ്ങനെ നിൽക്കുമ്പോൾ വെള്ളിയാഴ്ച വൈകുന്നേരം അവൻ അവിടെ ഇരുന്ന് ക്രിക്കറ്റ് കളിക്കുക. ഈ ക്രിക്കറ്റ് കളിക്കുന്ന സമയത്ത് ഇവൻ അടിക്കുന്ന ബോൾ ചെന്ന് അപ്പുറത്തവൻ്റെ ജനാല തല്ലി പൊട്ടിച്ചു എന്ന് വിചാരിക്കുക. എന്ത് സംഭവിച്ചു? ജനാലയുടെ ചില്ല് പൊട്ടി. ഈ പൊട്ടിയിരിക്കുന്ന ജനാലയുടെ ചില്ലുമായിട്ട് അപ്പുറത്തവൻ ജനാലയം പൊക്കിക്കൊണ്ട് എൻ്റെ അടുത്തോട്ട് വരിക. നിൻ്റെ മോൻ ആ വൃത്തികെട്ടവൻ അവൻ ചെയ്തതാ, ബാക്കിയുള്ളവൻ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി
അധ്വാനിച്ചുണ്ടാക്കിയ ഒരു ജനല നിൻ്റെ മോൻ പൊട്ടിച്ചു. അപ്പം ഞാൻ ആ ചേട്ടനോട് പറയുക, എൻ്റെ പൊന്നി ചേട്ടാ, 10,000 രൂപ എൻ്റെ കയ്യിൽ ഇരിക്കുന്നുണ്ട്, പക്ഷെ കൃത്യം 10 രൂപയുള്ളൂ. ഞാൻ എൻ്റെ മകനൊരു വാഗ്ദാനം കൊടുത്തിട്ട് നാളെ കാലത്തൊരു സൈക്കിള് വാങ്ങിത്തരാമെന്ന് ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അടുത്ത മാസം ശമ്പളം കിട്ടുമ്പോൾ ചേട്ടൻ്റെ ചില്ല് ഞാൻ ശരിയാക്കി തരാം. ഇത് നീതിയാണോ ന്യായമാണോ? നീതിയാണോ ന്യായമാണോ? ആർക്കും മുണ്ടാട്ടമില്ല. നീതിയാണോ? നീതിയുള്ള പിതാവാണെങ്കിൽ അവൻ എന്ത് ചെയ്യും? മകൻ്റെ അടുത്ത് പറയും, നീ പൊട്ടിച്ച ചില്ലിൻ്റെ തുകയാണ് ഈ പോകുന്നത്, അതുകൊണ്ട് സൈക്കിൾ നമുക്ക് അടുത്ത മാസത്തെ സാലറിയിലാകാം. ഈ മാസം ഞാനിപ്പോൾ ഗ്ലാസ് ശരിയാക്കി കൊടുക്കാം, എന്നിട്ട് അടുത്ത മാസം ഞാൻ എന്ത് ചെയ്യാം, നിനക്ക് സൈക്കിൾ വാങ്ങിത്തരാം. എന്തായാലും സൈക്കിൾ കിട്ടും, പ്രശ്നമില്ല. അപ്പോൾ ഒരു കാലതാമസം വന്നു. നിനക്ക് തന്ന വാഗ്ദാനത്തിൽ ഒരു ചെറിയൊരു കാലതാമസം അവിടേക്ക് വന്നു. കാരണം അതാണ് ദൈവത്തിൻ്റെ നീതി. ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഞാൻ ആകൃത്യങ്ങൾ, പാപങ്ങൾ, തിന്മകളെല്ലാം ചെയ്തിട്ടുണ്ട്. യേശുവിൻ്റെ കാൽവരിയിലെ ക്രൂശിൽ എൻ്റെ പാപത്തെ, എൻ്റെ തിന്മയെ അവൻ കഴുകി. പക്ഷേ ഞാൻ ചെയ്തു വെച്ച പാപത്തിൻ്റെ ഫലങ്ങൾ അനുഭവിക്കുന്ന അനേക മക്കൾ ഈ ഭൂമിയിലുണ്ട്. ഞാൻ തിന്മ ചെയ്തതിൻ്റെ ഫലം ഇന്നും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അനേകം മനുഷ്യരുണ്ട്, അനേക കുടുംബമുണ്ട്. പലരും ഒരുപക്ഷെ എനിക്കെതിരെ നിലവിളിക്കുന്നുണ്ടാകും. ദൈവസന്നിധിയിൽ അവരുടെ കാവൽ ദൂതന്മാർ ദൈവത്തിൻ്റെ മുഖം കണ്ട് ഓരോ നിമിഷവും എനിക്കെതിരെ നിലവിളിച്ചു കൊണ്ടിരിക്കുന്നുണ്ടാകും. ഞാൻ വിചാരിക്കരുത് ഇന്ന് ദൈവം എന്നെ അംബാനിയാക്കി എന്നെ ബെൻസ് കാറിൽ നടത്തുമെന്ന് ഞാൻ ചിന്തിക്കരുത്. കാരണം എൻ്റെ പാപത്തിൻ്റെ ഫലം അവിടെ പുറകെ കിടക്കുക. കർത്താവ് അന്ന് തുടങ്ങുക, ഓരോ വർഷവും ഞാൻ ചെയ്തു വെച്ച ആകൃത്യങ്ങളുടെ പാപത്തിൻ്റെ ഫലത്തെ മാറ്റി അവൻ്റെ പരിഹാരം ചെയ്ത് അവനെ അനുഗ്രഹിച്ച് അവനെ വിടുവിച്ച് ഓരോ ദിവസവും അതിനെ ടാലിയാക്കിക്കൊണ്ട് വേണം ദൈവത്തിന് നിന്നെ ഉയർത്താൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്ലേ നിന്റെ ദൈവത്തിന് നാണക്കേട്. മനസ്സിലായോ? വിജാതീയനായവൻ, ഞാൻ അവനെ ഉപദ്രവിച്ചു, ഞാൻ എന്തൊക്കെയോ ചെയ്തു, ഞാൻ ഇപ്പുറത്ത് പോയി മാനസാന്തരപ്പെട്ടു. ഞാൻ പിറ്റേ ദിവസം തുടങ്ങി ബൈബിൾ എടുത്ത് ഞാൻ മാനസാന്തരപ്പെട്ട് സുവിശേഷം പറഞ്ഞുകൊണ്ട് നടക്കുക. പക്ഷെ ഞാൻ ചെയ്തു വച്ചതിൻ്റെ ഫലം അനുഭവിക്കുന്ന എൻ്റെ അയൽവക്കത്തുള്ളവനുണ്ട്. അവൻ എന്നും കരഞ്ഞുകൊണ്ടിരിക്കുക എനിക്കെതിരെ. അപ്പം ഞാനിങ്ങനെ ഉയർന്ന് 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 അപ്പോഴും അവൻ പട്ടിണി, അവനപ്പോഴും താഴോട്ട് പോയിട്ടിരിക്കുക. അവനെന്തായിരിക്കും ആ ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്? നീതിയില്ലാത്ത ഒരു ദൈവം. നമ്മുടെ ദൈവം അങ്ങനെയാണോ? അല്ല, നീതിയുള്ള ദൈവമാണ്, സർവശക്തനായ ദൈവം. അവിടെയാണ് ദൈവം ചെയ്യുന്നത് ചില കാലതാമസം, ചില സമയപരിധി. പക്ഷേ ഈ കാലതാമസം, നിന്റെ അനുഗ്രഹത്തിന് ചില താമസമുണ്ടെങ്കിലും നിനക്കൊന്നിനും കുറവില്ലാതെ നിന്നെ വഴി നടത്തുന്ന ഒരു ദൈവത്തെ നീ കാണും. എല്ലാ സമയവും നിന്റെ ആവശ്യങ്ങളെ, നിന്റെ അത്യാവശ്യങ്ങളെ നടത്തുന്ന ഒരു ദൈവത്തെ നീ കാണും. പക്ഷെ നീ പോയിട്ട് കൃപാസനത്തിൽ പോയി ഉടമ്പടി വെച്ചാലും, നീ പോയി മുട്ടയിലഴിഞ്ഞാലും, നീ പോയി എന്തൊക്കെ നേർച്ച നടത്തിയാലും ഒരു അനുഗ്രഹം നീ വിചാരിക്കുന്ന, അല്ലെങ്കിൽ നിന്റെ സകല ആഗ്രഹങ്ങളും നടത്തി തരികയല്ല ദൈവം, നിന്റെ അത്യാവശ്യങ്ങളെ നടത്തുന്നവനാണ് ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. അതാ നീതിയുള്ള ദൈവം. മറ്റേതെങ്ങനെയാ? അത് യഥാർത്ഥ ദൈവമാണോ? അല്ല. നീ 10 രൂപയുടെ ഒരു മന്ത്രവാദം ചെയ്തു കഴിഞ്ഞാൽ നിന്നെ ഞാൻ കോടീശ്വരനാക്കാം എന്ന് പറയുന്ന ദൈവമാണോ? അല്ല. 1000 രൂപ കൊടുത്ത് നീ ശത്രു സംഹാര പൂജ ചെയ്താൽ നിന്റെ ശത്രുവിനെ തകർത്തിട്ട് നിന്നെ ഞാൻ കോടാനുകോടി അനുഗ്രഹിക്കാം എന്ന് പറയുന്ന ദൈവമാണോ? ഞങ്ങൾ ഇഞ്ചി കൃഷി ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം, എന്നാലും പെട്ടെന്ന് ഓർമ്മ ഒന്നുകൊണ്ടൊന്നും പറയാം. 13 ഏക്കർ, ഒരേക്കറിന് ഏകദേശം 6 ലക്ഷം രൂപ ചിലവുണ്ട്, ഏറ്റവും കുറഞ്ഞത്. 13 ഏക്കർ ഇഞ്ചി കൃഷി, വലിയൊരു ഇഞ്ചിപ്പാടം അങ്ങനെ നിരന്ന് കിടക്കുക. ഇത്രയും ലക്ഷം രൂപ ചിലവഴിച്ച് വെച്ചേക്കുക. ഒരു കേട് വന്നിട്ട്, ഇതിൻ്റെ കേടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇന്നൊരു ചൂട് കേട് കാണും, പിറ്റേ ദിവസം അത് 4 ചൂടാവും, അതിൻ്റെ പിറ്റേ ദിവസം ആ ഏരിയ മൊത്തം കേട് വന്നിട്ടുണ്ടാകും, കരിഞ്ഞുണങ്ങി അങ്ങോട്ട് പോയിട്ടുണ്ടാകും. ഒരു 2 ആഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ ഏരിയ ചെന്ന് കഴിഞ്ഞാൽ ഒന്നും കാണാനുണ്ടാവില്ല, പഴുത്തിരിക്കുന്നുണ്ടാവും ഇഞ്ചിയൊക്കെ. ഇതുപോലെയാവും. അപ്പം ഇങ്ങനത്തെ കേട് വന്നിട്ട് ഏകദേശം ഈ 13 ഏക്കറും തിരക്കേടില്ലാണ്ട് പതിയെ പഴുത്ത് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ പഴുത്ത് കേട് വന്നിരിക്കുന്ന ഒരു സ്ഥലത്ത് ഞങ്ങൾ കാണാൻ ചെല്ലുക. അപ്പോൾ ആ സഹോദരനൊന്ന് ആശ്വസിപ്പിക്കുക. കാരണം ലക്ഷങ്ങൾ മുടക്കിയിരിക്കുകയാണ്, തകർന്നടിഞ്ഞിരിക്കുകയാണ്, എന്തെങ്കിലും ചെയ്യുക എന്ന രീതിയിൽ അവനെ ഒന്ന് ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളിങ്ങനെ അവനെ ഒന്ന് കാണാനായിട്ട് ചെല്ലുക. അപ്പം ഞാൻ ചെന്നു, ഞങ്ങളിങ്ങനെ ഇഞ്ചിയിലേക്കൊക്കെ നോക്കി, എല്ലാം നോക്കുമ്പോൾ നമുക്ക് നോക്കത്താ ദൂരത്തേക്ക് ഇങ്ങനെ കിടക്കുന്നുണ്ട്, പഴുത്ത് കിടക്കുന്നുണ്ട്.
അപ്പോൾ അവിടുത്തെ ഒരു ജോലിക്കാരനുണ്ട്, വയനാട്ടുകാരനൊരു പയ്യൻ, ഒരു ചെറുപ്പക്കാരൻ പയ്യൻ, 10-23 വയസ്സേ ഉള്ളൂ. പക്ഷെ കണ്ടാൽ നമുക്ക് അവന് അധികം കൂടുതൽ പ്രായമൊക്കെ തോന്നും. കാരണം അവൻ ജന്മം തുടങ്ങി, എനിക്ക് തോന്നുന്നു ചെറുപ്പം മുതൽ അവനെ കള്ളുടിച്ചും മുറുക്കി തുപ്പിയും അവരുടെ വായൊക്കെ അങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഇവനിങ്ങനെ മുറുക്കിയൊക്കെ തുപ്പിയിട്ട് ചോട്ടം പേടിക്കണ്ട ചോട്ടാ എന്ന് പറയാം. ഞാൻ ചോദിച്ചു, എന്നാടാ? ഞാൻ പൂജ മാടിയിട്ടുണ്ട്, സംഭവം സെറ്റാവും. ഞാൻ ചോദിച്ചു, എന്നാ നീ ചെയ്തേ? ഞാനൊരു പൂജ മാടിയിട്ടുണ്ട്, കേട് മാറാൻ ഞാൻ ഇവിടുത്തെ പെണ്ണുങ്ങൾക്കൊരു പൂജ മാടിയിട്ടുണ്ട്, പൂജ മാടാൻ പൈസ കൊടുത്തിട്ടുണ്ട്, അവർ പൂജ മാടിയിട്ടുണ്ട്, സംഭവം ശരിയാവും, നല്ല ശക്തിയുള്ള പൂജയാണ്. ഞാൻ ചോദിച്ചു, നീ എത്ര രൂപ കൊടുത്തറാ? 50 രൂപ കൊടുത്ത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, എത്ര ലക്ഷം രൂപയുടെ കിടക്കുന്നത്? 10-75 ലക്ഷം രൂപ വെള്ളത്തിൽ കിടക്കുക. പുള്ളി പറയുക 50 രൂപ കൊടുത്ത് ഞാനൊരു പൂജ മാടിയിട്ടുണ്ട്. ഞാൻ ആലോചിക്കുക, ഈ ദൈവം ഈ 50 രൂപ വാങ്ങിച്ച് 75 ലക്ഷം ശരിയാക്കി കൊടുക്കുന്നൊരു ദൈവത്തെ ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ ഒന്ന് കാണാമായിരുന്നു, ഒന്ന് പരിചയപ്പെടാമായിരുന്നു. ഒന്ന് പരിചയപ്പെട്ട് അദ്ദേഹത്തെ ഒന്ന് മനസ്സിലായി. കാരണം നമുക്ക് ലാഭമല്ലേ, അങ്ങനെ ഒരു ദൈവത്തെ കിട്ടുകയാണെങ്കിൽ നമുക്ക് ലാഭമല്ലേ? ഒരു 50 രൂപ കൊടുത്താൽ അല്ലേ, 10 രൂപ കൊടുത്തൊരു മാല ഇട്ടാൽ അപ്പം തന്നെ നിനക്ക് യൂറോപ്പിലേക്കുള്ള വിസ തരുന്നൊരു ദൈവമാണെങ്കിൽ ഒരു ഉടമ്പടി എടുത്തു, 10, 150, 200 രൂപ, 300 രൂപ കൊടുത്തൊരു ഉടമ്പടി എടുത്തു. നമ്മൾ പച്ചയും നീലം തിരിയൊക്കെ കത്തിച്ച് അങ്ങോട്ട് പ്രാർത്ഥിച്ച് പിറ്റേ ദിവസം തുടങ്ങി ദൈവം നമ്മുടെ കാര്യം അങ്ങോട്ട് നടത്തി തരുന്നൊരു ദൈവമാണെങ്കിൽ, നിന്നെ യൂറോപ്പിലേക്കോ ഇവിടേക്കൊക്കെ കൊണ്ടുപോകുന്ന ദൈവമാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ആ ദൈവം ഈ പറയുന്ന യേശയ്യ പ്രവചിച്ച ദൈവമല്ല, ഈ പറയുന്ന ജെറമിയ പ്രവചിച്ച ദൈവമല്ല, ഈ പറയുന്ന യഹോവയല്ല, അബ്രാഹത്തിൻ്റെ ദൈവമല്ല, ഇസ്ഹാക്കിൻ്റെ ദൈവമല്ല, യാക്കോബിൻ്റെ ദൈവമല്ല. നിന്റെ പാപത്തെ ക്ഷമിക്കുമെന്ന് പറഞ്ഞ് കാൽവരിയിൽ ക്രൂശിതനായ കർത്താവായ യേശു ക്രിസ്തുവല്ല, അത് മറ്റേതൊരു ദൈവമാണ്. ആ ദൈവത്തെ വിശുദ്ധ ബൈബിൾ പരിചയപ്പെടുത്തുന്നില്ല. ആ ദൈവത്താൽ അല്ല ക്രിസ്ത്യാനി വിശ്വസിക്കേണ്ടത്. ക്രിസ്ത്യാനിക്ക് വിശ്വസിക്കാൻ ഒരേ ഒരു ദൈവമേ ഉള്ളൂ, അവൻ നീതിയുള്ള ദൈവം, സർവശക്തനായ ദൈവം. ദൈവത്തിൻ്റെ നീതി എപ്പോഴും ഒരുപോലെ നിൽക്കുന്ന നീതിയാണ്. യാതൊരു വിധത്തിലും മനുഷ്യൻ്റെ കണ്ണുകൊണ്ട് നോക്കുമ്പോൾ ആ നീതിക്ക് പല മാനദണ്ഡങ്ങളുണ്ടാകാം. എനിക്ക് നോക്കുമ്പോൾ ദൈവത്തിൻ്റെ നീതി മനസ്സിലാകത്തില്ല. പക്ഷെ ദൈവത്തിൻ്റെ നീതിക്ക് ഒരൊറ്റ തലമേ ഉള്ളൂ, ഒരൊറ്റ നീതിയേ ഉള്ളൂ. യാതൊരു തരത്തിലും അതിന് വ്യത്യാസമില്ല. ദൈവത്തിന് ഒരേ ഒരു നീതിയേ ഉള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ ആരാധന. അപ്പോൾ നമ്മൾ ചോദിക്കും, 70 വർഷം ഒരു പ്രവാസത്തിലേക്ക് പോയതിൻ്റെ കണക്കുള്ള ബ്രദർ പറയുന്നത് കാര്യം ശരിയാണ്. 70 വർഷം പ്രവാസത്തിലേക്ക് പോയി, ഇതുവരുടെ പാപമാണെന്ന് നമുക്ക് കൃത്യമായിട്ട് കണക്ക് വയ്ക്കാം. കാരണം അത് നമ്മൾ വചനം പരിശോധിക്കുമ്പോൾ ഈ പറയുന്ന കാര്യം നമുക്കവിടെ കാണാൻ സാധിക്കും. പക്ഷേ ഈ ഇസ്രായേൽ തന്നെ ഒരു 430 വർഷം പ്രവാസത്തിൽ പോയി, ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ പോയി, അല്ലേ? ഇതിനെന്ത് നീതിയാണ് വയ്ക്കാൻ പറ്റുക? അബ്രഹാം പാപം ചെയ്തോ? ഇസ്ഹാക്ക് പാപം ചെയ്തോ? യാക്കോബ് ചെയ്ത പാപമാണോ? ഇനി അബ്രഹാമും ഇസ്ഹാക്കും യാക്കോബും ചെയ്ത പാപമാണെങ്കിലും ഇത് 3 പേരും ചെയ്ത പാപമാണെങ്കിലും ഈ 430 വർഷം പ്രവാസത്തിൽ കിടന്നതിന് വല്ല ന്യായവും പറയാൻ പറ്റുമോ? വല്ല ന്യായവും പറയാൻ പറ്റുമോ? യാതൊരു ന്യായവും നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ദൈവവചനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അബ്രഹാം ആകെ ചെയ്തൊരു കാര്യം, അബ്രഹാം ദൈവവുമായിട്ടൊരു എഗ്രിമെൻ്റ് ചെയ്തു. ദൈവം അബ്രഹാമിന് വാഗ്ദാനം കൊടുത്തു. അബ്രഹാം എന്ത് ചെയ്തു? ഒരു ഇളം പ്രാവിനെയും ഒരു ചെങ്ങാലിയെയും ഒരു മുട്ടനാടിനെയും എടുത്തു, പിളർന്നു, അവിടെ വെച്ചു. അവൻ ദൈവത്തെ ആരാധിച്ചു. അങ്ങനെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ ഉറങ്ങിപ്പോയി, അല്ലേ? നമ്മൾ വചനം പറയുമ്പോൾ ചില ചേട്ടന്മാരിന്ന് ഉറങ്ങില്ലേ? ഇന്ന് ഭാഗ്യത്തിന് AC ആയിട്ട് ഇവിടെ ഇരുന്ന് ആരും ഉറങ്ങുന്നില്ല. എൻ്റെ ആ കൃപ പോയിന്ന് എനിക്ക് തോന്നുന്നത്. വചനം പറഞ്ഞ് നിങ്ങളെ ഉറക്കാനുള്ള കഴിവ് എവിടെയൊക്കെയോ പോയോ എന്നൊരു സംശയമുണ്ട്. എവിടെയോ വ്യത്യാസം വന്നിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം എന്ന് പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ എല്ലാ ദിവസവും ഇങ്ങനെ ഉറങ്ങാതിരിക്കുകയാണെങ്കിൽ ചായം പരിപ്പടയും മനുഷ്യരാം. അതിൽ കൂടുതലൊന്നും പറ്റത്തില്ല. അതിൽ കൂടുതൽ ഓഫർ ഇപ്പോൾ തരാനില്ല. എന്തായാലും ആകെ അബ്രഹാം അവിടെ ഉറങ്ങി. ദൈവം വന്നിട്ട് പറഞ്ഞു, നിന്റെ സന്താനങ്ങൾ 400 വർഷം പ്രവാസത്തിൽ പോകും. നമ്മൾ നോക്കുമ്പോൾ ഇതൊരു നീതിയല്ല. കാരണം അബ്രഹാം ഒന്ന് കണ്ണടച്ചു, ഇത്രേ അവിടെ കാണാനുള്ളൂ. മറ്റൊരു കാര്യവും നമുക്കവിടെ കാണാനില്ല. അബ്രഹാം ഒന്ന് കണ്ണടച്ചപ്പോൾ ദൈവത്തിൻ്റെ നീതി ഇതാണ്: 400 വർഷം ഇസ്രായേലെ നീ പ്രവാസത്തിലേക്ക് പോകും, നിനക്ക് യാതൊരു കാര്യത്തിലും ഒരു മാറ്റമുണ്ടാകത്തില്ല. പിന്നെ നമ്മൾ വചനം വായിക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് കാണാം, 400 വർഷം ഇവർ കഷ്ടതയിൽ, അല്ലേ? ജോസഫ് അവിടെ ഉണ്ടായിരുന്നപ്പോൾ ജോസഫിനെ അറിയാവുന്ന രാജാവ് മരണപ്പെടുകയും ജോസഫിനെയും അവൻ്റെ ജനത്തെയും അറിയാത്ത പുതിയ രാജാവ് വരികയും ഈജിപ്തിൻ്റെ അടിമത്തത്തിലേക്ക് ഇവർ മാറുകയും ചെയ്തു. പിന്നെ അങ്ങോട്ട് നമ്മൾ കാണുന്നത് പിത്തോം പോലെയുള്ള വലിയ ജലസംഭരണികളും വലിയ പിരമിഡുകളൊക്കെ പണിയിപ്പിക്കാൻ ഈ പാവങ്ങളെ കൊണ്ട് ചുമടെടുപ്പിച്ച് കഷ്ടപ്പെടുത്തി, ദുരിതം തന്നെയാണ്
ഈ ജനത അനുഭവിക്കുന്നത്. ആണോ അല്ലേ? ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. ഇസ്രായേൽ പണിയെടുത്ത് നടുവൊടിഞ്ഞു. യാതൊരു വിധത്തിലും നിവർന്ന് നിൽക്കാൻ പോലും കഴിയാത്തവണ്ണം പണിയെടുത്ത് നടുവൊടിഞ്ഞു. ഈ ജനത മുഴുവൻ നശിച്ച് തകർന്ന് തരിപ്പണമായ അവസ്ഥയിലേക്ക് ഇവർ പോയി. ഇതിൻ്റെ കാരണം എന്താ? അബ്രഹാം ഒന്ന് ഉറങ്ങിയതാണോ? ഒറ്റ സെക്കൻഡ് ഉറങ്ങിയതാണോ അബ്രഹാം? അല്ല. ദൈവത്തിൻ്റെ നീതിക്ക് മറ്റൊരു തലമുണ്ട്. നമ്മൾ നോക്കുമ്പോൾ ഈ ത്രാസിപ്പുറത്ത് താന്ന് നിൽക്കുക. ദൈവത്തിന് നീതികേടെന്തോ പ്രവർത്തിച്ചു എന്നൊരു ചിന്ത നമുക്ക് തോന്നാം. പക്ഷേ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്, ദൈവത്തിനൊരു പ്ലാനും പദ്ധതിയുമുണ്ട്. ദൈവത്തിൻ്റെ നീതി അവൻ്റെ ഉന്നതമായ നീതിബോധമാണ്, മനുഷ്യൻ്റെ നീതിബോധമല്ല. നമ്മളെ നീതിബോധവും ദൈവത്തിൻ്റെ നീതിബോധവും തമ്മിൽ ഇതൊരു വലിയ വ്യത്യാസമുണ്ട്, വലിയ അന്തരമുണ്ട്. ദൈവം ഈ ഇസ്രായേൽ ജനം 400 വർഷം അടിമത്തത്തിൽ കഴിഞ്ഞപ്പോഴും ജനത്തിന് വല്ല കുറവുണ്ടായോ? നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല, സംശയം. ഞാൻ പറയാം. ഇസ്രായേൽ പ്രവാസത്തിൽ നിന്ന് തിരിച്ചു വന്നു. മോശയുടെ നേതൃത്വത്തിൽ പോയി കഴിഞ്ഞപ്പോൾ അവന്മാർ പറയുന്നത് സബോളയ്ക്ക് സബോള, ഉള്ളിക്ക് ഉള്ളി, ഇറച്ചിക്ക് ഇറച്ചി, ഞങ്ങൾക്ക് ഒരു കുറവുണ്ടായില്ല, എല്ലുമുറിയെ പണിയെടുക്കണമെന്ന് മാത്രമല്ലേ ഉണ്ടായുള്ളൂ, അല്ലേ? അങ്ങനെ അവർ പറയുന്നില്ലേ? എന്നാൽ ഇവിടെ വന്നപ്പോൾ കുടിക്കാൻ വെള്ളമില്ല, ഈ മന്നയല്ലാതെ ഞങ്ങൾക്ക് യാതൊന്നുമില്ല, ഞങ്ങൾക്ക് കഷ്ടപ്പെടുക, ഞങ്ങൾക്ക് യാതൊരു സാധനവും ഇല്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇവർ ഈജിപ്തിലായിരുന്നപ്പോൾ ഫുഡിനൊന്നും കുറവില്ല, എല്ലുമുറിയെ പണിയെടുക്കണമായിരുന്നു, അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അല്ലേ? അപ്പം 400 വർഷം ദൈവം നടത്തിയവരെ പ്രവാസത്തിലായിരുന്നു, പ്രശ്നമായിരുന്നു, പ്രതികൂലമായിരുന്നു, പക്ഷെ ദൈവം അവരെ നടത്തി. ദൈവം ശക്തമായി അവരെ നടത്തിക്കൊണ്ടിരുന്നു. അവർക്ക് യാതൊരു കുറവുമില്ല. പക്ഷേ അവർ അടിമത്തത്തിലായിരുന്നു, അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന ഒരു അവസ്ഥയിലായിരുന്നു. ഇതിന് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ദൈവത്തിന് കൃത്യമായ ഒരു പ്ലാനും പദ്ധതിയും ഇസ്രായേലിനെ കുറിച്ചും ലോകത്തെ കുറിച്ചുമുണ്ട്. അതാ അബ്രഹാമിനെ വിളിക്കുമ്പോൾ ദൈവം അബ്രഹാമിനോട് പറയുന്നത്, അബ്രഹാമേ, നിന്നിലൂടെ സർവ്വജനപദങ്ങളെയും ഞാൻ അനുഗ്രഹിക്കും, നിന്നിലൂടെ സകല ജനവും അനുഗ്രഹിക്കപ്പെടും എന്ന് പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ ആരാധന. ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, അബ്രഹാമേ, നിന്നിലൂടെ ലോകം മുഴുവൻ അനുഗ്രഹിക്കപ്പെടും. അനുഗ്രഹിക്കപ്പെട്ടോ ഇല്ലേ? അബ്രഹാമിലൂടെയാണ് അനുഗ്രഹിക്കപ്പെട്ടെ, ആണോ? നമ്മളൊക്കെ അനുഗ്രഹിക്കപ്പെട്ടത് അബ്രഹാമിലൂടെയാണോ? ആ അബ്രഹാമിലൂടെ അനുഗ്രഹിക്കപ്പെട്ട ഒരു അനുഗ്രഹമുണ്ട്. അതെന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഇസ്രായേൽ ജനത്തിൻ്റെ ഈ ഒരു പശ്ചാത്തലം നമ്മൾ തിരിച്ചറിയണം. ഒന്ന്, ഇസ്രായേൽ ജനം അങ്ങോട്ട് പോകുമ്പോൾ വെറും 70 പേരാണ് പോകുന്നത്. യാക്കോബിൻ്റെ 12 മക്കളും ഭാര്യമാരും ഈ കൊച്ചു കിച്ചകളെല്ലാം കൂടി വാരിക്കൂട്ടി യാക്കോബ് അങ്ങോട്ട് പോകുമ്പോൾ 70 പേരുണ്ട്. തിരിച്ചു വരുമ്പോൾ എത്ര പേരുണ്ടെന്നറിയോ? തിരിച്ചു വരുമ്പോൾ 6 ലക്ഷം പുരുഷന്മാർ മാത്രമുണ്ടെന്നാണ് വചനം പറയുന്നത്. 6 ലക്ഷം പുരുഷന്മാർ. 6 ലക്ഷം പുരുഷന്മാർ എന്ന് പറയുമ്പോൾ നമ്മൾ വെറുതെ ഒരു കണക്ക് നോക്കിയാൽ മതി. ഒരു 6 ലക്ഷം സ്ത്രീകൾ ഇപ്പുറത്തുണ്ട്. ഒറ്റ ഭാര്യനെ വെച്ച് കൂട്ടിയാൽ 6 ലക്ഷം സ്ത്രീകളുണ്ട്. ഒരു 3 മക്കൾ വെച്ച് കൂട്ടിക്കഴിഞ്ഞാൽ ഒരു 18 ലക്ഷം മക്കളുണ്ട്. അപ്പോൾ അതിലേ 18ഉം 12ഉം 30 ലക്ഷമായി. ഇതിമൊന്നും നിൽക്കാൻ പോകുന്നില്ല. ഇത് ഞാൻ ബേസിക് ആയിട്ടിട്ട് കണക്ക് കൂട്ടിയതാണ്. കാരണം ഈ 3 മക്കളെ വെച്ച് കൂട്ടിയാൽ 4 തലമുറയിൽ ഒരിക്കലും ഈ 30 ലക്ഷമായിട്ട് വരില്ല. ഒരു 12 മക്കളെങ്കിലും ഉണ്ടെങ്കിലാണ്, അത്രയും പോരാ, അതിലും കൂടുതലിട്ട് കൂട്ടിയാലാണ് ഇത്രയും വെച്ച് നമുക്കൊരു അഡ്ജസ്റ്റ്മെൻറ്റ് കണക്കിൽ ഒരു 30 ലക്ഷമായിട്ട് ഒപ്പിക്കാൻ പറ്റത്തുള്ളൂ. ഇവിടെ 6 ലക്ഷം പുരുഷന്മാർ തന്നെയുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കുന്നതിലും വലിയൊരു ജനമാക്കി, ഒരു ജനതയാക്കി ദൈവം ഇസ്രായേലിനെ വളർത്തി. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബിൻ്റെ 70 മക്കൾ, അല്ലെങ്കിൽ 70 ഈ പറയുന്ന പേര് ഇസ്രായേലിലായിരുന്നെങ്കിൽ, സ്വാതന്ത്ര്യത്തിലായിരുന്നെങ്കിൽ, അവിടെയുള്ള കണ്ട പൊട്ടനെയും ചട്ടിയുടെ മോനെയും പൊട്ടൻ്റെ മോനെയൊക്കെ കെട്ടി ഇത് അതുപോലെ തകർന്നു പോയേനെ. യാതൊരു വിധത്തിലും ഒരു ജനതയായി ഒരു രൂപാന്തരപ്പെടത്തില്ല, ഒരു ജനമായി ഒരു വളർന്നു വരത്തില്ല. കാരണം അവിടെയുള്ള കാനാന്യര്, ഹിത്യര്, ജബൂസ്യര് എല്ലാം ഇവരെന്ത് ചെയ്യും? വിവാഹം കഴിക്കും. അവരിൽ നിന്ന് ഭാര്യമാരെ തേടും. ഇവിടെയുള്ള സ്ത്രീകൾ അങ്ങോട്ട് പോകും. ഇങ്ങനെ ഒരു ജനമായി, ഒരു ജനതയായി ഇവരൊരിക്കലും രൂപാന്തരപ്പെടത്തില്ല. പകരം തകർന്നടിഞ്ഞ, ഇന്നുമില്ലാത്ത, അല്ലെങ്കിൽ ഇന്ന് ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു ജനത്തെ പോലും കാണാൻ കഴിയാത്ത വണ്ണം ഇത് അന്നേ സ്പ്രെഡായി പോയേനെ. ഒരിക്കലും ഒരു ജനതയായി രൂപാന്തരപ്പെടത്തില്ല. അപ്പോൾ ദൈവത്തിൻ്റെ പ്ലാനിലും പദ്ധതിയിലും ഈ 400 വർഷം ഈജിപ്തിലേക്ക് ഇവരെ കൊണ്ടുപോകുമ്പോൾ ഒരു ജനമായി, ഒരു ജനതയായി മാറ്റണം. അവിടെയാണ് സംഖ്യാപുസ്തകം 23-ാം അധ്യായം 23-ാം വാക്യം നമ്മൾ വായിക്കുന്നത്. ഇതാ, ജനതകളോട് ഇടകലരാത്ത, ജനത്തോട്, ജാതികളോട്, വിജാതീയ ജാതികളോട് ഇടകലരാത്ത
ഒരു ജനത വരുന്നു, അനുഗ്രഹിക്കപ്പെട്ട ജനം. ഇവരെ ശപിക്കാൻ ആർക്ക് കഴിയും? ഇവർക്ക് മന്ത്രവാദമേൽക്കത്തില്ല, ഇവർക്ക് ആഭിചാരമേൽക്കത്തില്ല. കാരണം ഇത് ദൈവത്തിൻ്റെ ശ്രേഷ്ഠ ജനത, ജാതികളോട് ഇടകലരാത്ത ഒരു ശ്രേഷ്ഠ ജനത എന്ന് ബാലാം ശക്തമായി പ്രവചിക്കുക ഇസ്രായേലിനെ നോക്കി മലമുകളിൽ നിന്ന്. നിങ്ങൾ ആ വചനം വായിക്കുമ്പോൾ ഇതിൻ്റെ ആഴം മനസ്സിലാകത്തില്ല. ഈ ചിന്തയിലേക്ക് വരുമ്പോഴാണ് ഈ ജനത്തെ 430 വർഷം ഈ അടിമത്തത്തിൽ ദൈവം കഴിയാൻ അനുവദിച്ചപ്പോൾ, ദൈവം ചില പ്രതികൂലങ്ങൾ കൊണ്ടുവച്ചപ്പോൾ, ദൈവം ചില പ്രശ്നങ്ങൾ അവരുടെ മുമ്പിൽ വെച്ചപ്പോൾ, അവരെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ദൈവജനത്തെ വാർത്തെടുത്ത് വളർത്തിയെടുത്ത് കാനാൻ ദേശത്തേക്ക് എത്തിക്കുന്നത് വരെ നിനക്ക് ചില കഷ്ടതകൾ ഉണ്ടാകാം, നിനക്ക് ചില പ്രതികൂലങ്ങൾ ഉണ്ടാകാം. പക്ഷേ നിന്നെ വഴി നടത്തുന്ന ദൈവത്തെ നീ അനുദിനം കാണും. നിന്നെ വേർപെട്ടൊരു ജനമാക്കി മാറ്റും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വരാനിരിക്കുന്ന അടുത്ത മാസം 4, 5, 6 തീയതി വരുമ്പോൾ നമ്മൾ മൂവാറ്റുപുഴയിൽ നമ്മളൊരു ക്യാമ്പ് വെച്ചിട്ടുണ്ടല്ലേ. നമ്മൾ ആ ക്യാമ്പിൽ ഉദ്ദേശിക്കുന്നത് എന്താ? വേർപെട്ട് ദൈവത്തെ ആരാധിക്കുന്ന ഒരു ജനം. പാതാളത്തിലേക്ക് പോയവനെ നോക്കി തുള്ളിച്ചാടി ചെണ്ടയും കൊട്ടി പള്ളിയും പട്ടക്കാരും അച്ഛന്മാരും കൊച്ചന്മാരും എല്ലാം ആരാധനയും തുള്ളിച്ചാടലും നടത്തുമ്പോൾ ദൈവത്തിൻ്റെ ജനം ദൈവത്തെ ആരാധിക്കും, സർവശക്തനായ കർത്താവിനെ ആരാധിക്കും. ഒരു പാതാളത്തിൽ പോയവനെ നോക്കത്തില്ല. പാതാളത്തിൽ പോയവനിലല്ല നമ്മുടെ പ്രത്യാശ. പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ സുവിശേഷം പറഞ്ഞ് അവരെ ഉയർത്തെഴുന്നേൽപ്പിച്ച് അവനും മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ ആ കർത്താവായ യേശു ക്രിസ്തുവിലാണ് നമ്മുടെ പ്രത്യാശ. അവനെക്കുറിച്ചാണ് നമ്മൾ ആരാധിക്കുന്നത്, അവനെയാണ് നമ്മൾ പ്രത്യാശ വയ്ക്കുന്നത്. അല്ലാതെ പാതാളത്തിൽ പോയ കൊടവയറിന് പിന്നാലെയല്ല നമ്മൾ പോകുന്നത്. വർഷാവർഷം വരുന്നവനല്ല. എല്ലാ വർഷവും എല്ലാ ദിവസവും എല്ലാ സമയവും എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന സർവശക്തനായ യേശു ക്രിസ്തുവായ എൻ്റെ ദൈവം. അവനിലാണ് നമ്മുടെ പ്രത്യാശ. അവനെയാണ് നമ്മൾ ആരാധിക്കുന്നത്, അവനെയാണ് നമ്മൾ സ്തുതിക്കുന്നത്. അല്ലാതെ പാതാളത്തിൽ പോയവനല്ല നമ്മൾ സ്തുതിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. ഒരു ജനതയാക്കി അവരെ മാറ്റണമെന്ന് ദൈവം ആഗ്രഹിച്ചു. വേർപെട്ടൊരു ജനതയാക്കി അവരെ മാറ്റണം. മാത്രമല്ല യാതൊരു വിധത്തിലും സങ്കല്പിക്കാൻ ചിന്തിക്കാൻ കഴിയാത്ത ഒരു ജനമായി അതിനെ വളർത്തിയെടുക്കണം, ജനത്തെ വളർത്തിയെടുക്കണം. ഇന്ന് നമ്മളെ ഒരു ജനതയാക്കി കർത്താവ് മാറ്റി അല്ലേ. ഒരു വേർപെട്ട ജനത, ജാതികളോട് ഇടകലരാത്ത ഒരു വേർപെട്ടൊരു ജനമായി ദൈവവചനത്തിലൂടെ നിന്റെ പാപങ്ങളെ, നിന്റെ ആകൃത്യങ്ങളെ, മൂടൽമഞ്ഞ് പോലെ നിന്റെ തിന്മകളെ, കാർമേഘം പോലെ നിന്റെ പാപങ്ങളെ മാറ്റി ഒരു വേർപെട്ട ജനതയാക്കി നമ്മളെ ദൈവം ഉയർത്തി, ദൈവം മാറ്റി. മാത്രമല്ല നമ്മളിപ്പോൾ സംഖ്യ വർദ്ധിച്ചു കൊണ്ടിരിക്കുക അല്ലേ. 1 തുടങ്ങിയതാ. 37 വർഷം മുമ്പ് ഒരു ഷിബു ബ്രദറിൽ തുടങ്ങിയതാ ഈ സുവിശേഷം. ഒരൊറ്റ വ്യക്തിയിൽ അനേക പട്ടിണിയിൽ, അനേക കഷ്ടപ്പാടിൽ, അനേക പ്രതികൂലങ്ങളിൽ, അനേക പ്രതിസന്ധികളിൽ തുടങ്ങി ഇന്ന് ഈ ലോകം മുഴുവൻ വിവിധ രാജ്യങ്ങളിൽ, വിവിധ ദേശങ്ങളിൽ ക്രിസ്തുവിൻ്റെ സുവിശേഷം അറിഞ്ഞ് ഇന്നും നമ്മൾ ജനം വളർന്ന് 10 പോയാൽ 20 കർത്താവ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാ. ദൈവം പെരുകിച്ചതാ, ദൈവം വളർത്തിയതാ. ഇത് മനുഷ്യൻ ചെയ്ത പ്രവൃത്തിയല്ല, സ്വർഗത്തിൻ്റെ പ്രവൃത്തിയാ, ദൈവത്തിൻ്റെ പ്രവൃത്തിയാ. ഹല്ലേലൂയ. നമുക്കൊരു പ്രതിസന്ധി വരുമ്പോൾ നമുക്കൊരു കാര്യമുണ്ട്. ഞാൻ മാത്രമല്ല എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, എൻ്റെ കുടുംബം ഒരുമിച്ച് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇസ്രായേലിൽ ഒരു പ്രതിസന്ധിയിലായാൽ അവർ മുഴുവൻ കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കും. അവരൊരു കുടുംബമാണ്, ഒരു സമൂഹമാണ്. യഹൂദൻ അങ്ങനെ ഒരു ചിന്താഗതി ഇന്നുമുണ്ട്, ഇപ്പോഴുമുണ്ട്. ഒരൊറ്റ യഹൂദന് വേദനിച്ചു എന്ന് പറഞ്ഞാൽ സകല യഹൂദനും വേദനിക്കും. ഒരു യഹൂദൻ, ഒരൊറ്റ യഹൂദൻ ഒരു പ്രതികൂലത്തിലായി എന്ന് പറഞ്ഞാൽ സർവ്വ യഹൂദനും വേദനിക്കും. കാരണം 4000 വർഷങ്ങൾക്ക് മുൻപ് 400 വർഷം അടിമത്തത്തിലാണെങ്കിലും അവരെ വളർത്തിയെടുത്ത് ഒരു കുടുംബമാണെന്നുള്ള ബോധ്യം കൊടുത്ത് വളർത്തിയെടുത്തൊരു ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ, യേശുവേ ആരാധന. മാത്രമല്ല ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരെ സംബന്ധിച്ച് അവർക്കൊരു ദൈവമുണ്ടെന്ന ചിന്ത അവർക്കുണ്ട്. കാരണം വഴി നടത്തുന്ന ദൈവത്തെ അവർ അനേക പ്രാവശ്യം കണ്ടു. മുമ്പിൽ ചെങ്കടൽ വന്നപ്പോൾ, പുറകിൽ ഫറവോയുടെ സൈന്യം വന്നപ്പോൾ അവർ പ്രത്യാശയില്ലാതെ നിന്നവരാ. പക്ഷേ 10 മഹാമാരികളിലൂടെ പെസഹ ആചരിച്ച് ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്നും വിടുവിച്ചു കൊണ്ടുവന്ന ദൈവം ഞങ്ങളെ ചെങ്കടൽ പിളർത്തി മുന്നോട്ട് നയിക്കാൻ കഴിവുള്ള ദൈവമാണെന്ന് അവർ കണ്ടു വിശ്വസിച്ചു. ജോർദാനെ പിളർത്തി വീണ്ടും കാനാൻ ദേശത്തേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള ദൈവമാണെന്ന് അവർ കണ്ടു വിശ്വസിച്ചു. രാത്രി അഗ്നിത്തൂണായി സംരക്ഷിക്കുന്ന ദൈവമാണെന്ന് അവർ കണ്ടു വിശ്വസിച്ചു. ഭക്ഷണം ചോദിച്ചപ്പോൾ മന്ന കൊടുത്ത് കണ്ടു വിശ്വസിച്ചു. കാടപ്പക്ഷിയെ കൊടുത്ത് കണ്ടു വിശ്വസിച്ചു. ജോർദാനെ പിളർത്തി കണ്ടു വിശ്വസിച്ചു. സകലത്തിലും ഇസ്രായേൽ കണ്ടു വിശ്വസിച്ച ജനതവാ.
കാരണം അവരുടെ വിശ്വാസം വെറുതെയല്ല, നേർക്കണ്ണുകൊണ്ട് കണ്ടാണ് അവർ വിശ്വസിച്ചത്. അവർക്കറിയാം ഞങ്ങളുടെ ദൈവം സർവശക്തനാ, അവൻ ഞങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരുന്ന പ്രവർത്തിക്കുന്ന ദൈവമാണെന്ന് ഇസ്രായേലിന് പഠിപ്പിച്ചു കൊടുത്തു. 400 വർഷം കാനാൻ ദേശത്ത് കഴിഞ്ഞ് അവർ കാനാൻ ദേശത്തേക്ക് പോകുന്ന വഴിക്ക് ചെങ്കടലില്ല, ജോർദാനില്ല, ജെറീക്കോ കോട്ടയില്ല, മരുഭൂമിവാസമില്ല, മന്നയുടെ ആവശ്യമില്ല. മാത്രമല്ല കാടപ്പക്ഷിയും വേണ്ട, വെള്ളവും വേണ്ട, മാറയും വേണ്ട, ജലവും വേണ്ട, രാത്രി അഗ്നിത്തൂണും വേണ്ട, മേഘസ്തംഭവും വേണ്ട. ഇത് മുഴുവൻ നടന്നതിൻ്റെ കാരണം 400 വർഷം ഇസ്രായേലിനെ ദൈവം ഈജിപ്തിൻ്റെ അടിമത്തത്തിലിട്ടത് കൊണ്ടാണ്. ഒരു ദൈവം പ്രവർത്തിക്കുന്നവനാണെന്ന് ദൈവത്തിന് കാണിച്ചു കൊടുക്കാനും ഇന്ന് ഈ കാലത്തും ഈ 2025 ഞങ്ങളുടെ ദൈവം, യഹോവയായ ദൈവം പ്രവർത്തിക്കുന്ന ദൈവമാണ് ഇസ്രായേൽ ഇന്നും വിശ്വസിക്കുന്നത്. ലോക രാജ്യങ്ങൾ മുഴുവൻ ഇസ്രായേലിനെ ഭയപ്പെടുന്നതിന്റെ കാരണം അതാ. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ ആരാധന. 1965 ഒരു യുദ്ധം നടന്നു. ഇസ്രായേൽ പറയാം, ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തത് ഇസ്രായേൽ സൈന്യമല്ല, യഹോവ ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തു. 9 രാജ്യങ്ങൾ, ശക്തമായ 4 ഗൾഫ് രാജ്യങ്ങൾ മുഴുവൻ വലിയ പീരങ്കികളും വലിയ പടക്കോപ്പുകളും വലിയ ആയുധങ്ങളുമായി ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്തപ്പോൾ ഇസ്രായേൽ പറയുക, ഞങ്ങളുടെ സൈന്യം നിഷ്ഫലമായിരുന്നു, ചെറുതായിരുന്നു, ആയുധബലം കുറവായിരുന്നു, ജനസംഖ്യ കുറവായിരുന്നു. പക്ഷേ യഹോവ ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തപ്പോൾ ചുറ്റുമുള്ള ശത്രു രാജ്യത്തെ കീഴടക്കി. അവൻ പിടിച്ചു വെച്ച സ്ഥലങ്ങൾ പോലും, ഗോലാൻ കുന്നുകൾ മുതൽ സകലതും കീഴടക്കി. അവന്റെ അന്തപുരത്തിൽ പോലും ഞങ്ങൾക്ക് വേണ്ടി വിരുന്നൊരുക്കുന്ന ഒരു സർവശക്തനായ ദൈവം ഞങ്ങൾക്ക് വേണ്ടി യുദ്ധത്തിനിറങ്ങി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പൊ റീസൺലി ഇപ്പൊ നടക്കുന്ന യുദ്ധത്തിനും അവർ പേരിട്ടു, യഹോവ യുദ്ധം ചെയ്യുന്നു, കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നു. അവർ ഓരോ യുദ്ധത്തിനും പേരിടും. കാരണം പഴയ നിയമത്തിലെ ഓരോ പേരുകൾ അവർ കൊണ്ടുവന്നിടും. കാരണം അവർക്കൊരു പ്രത്യാശയുണ്ട്, ഞങ്ങളുടെ ദൈവം പ്രവർത്തിക്കുന്ന, ജീവിക്കുന്ന സർവശക്തനായ ദൈവമാണെന്ന് അവർക്കൊരു ബോധ്യമുണ്ട്. ഹല്ലേലൂയ. മാത്രമല്ല അവർ കൽപ്പന പാലിക്കാൻ തുടങ്ങി. ഒരു പരിധിവരെ അവർ കൽപ്പന പാലിക്കാൻ തുടങ്ങി. കുറേയൊക്കെ ശ്രേഷ്ഠമായ കൽപ്പനയെ കാണാൻ തുടങ്ങി. ഇനി തിരിച്ചു വരുമ്പോൾ അവർ കയ്യും വീശിയാണോ വന്നേ? 400 വർഷം അടിമത്തത്തിൽ കഴിഞ്ഞ് അവർ തിരിച്ചു വരുമ്പോൾ അവരെങ്ങനെയാണ് വന്നേ? സർവസമ്പന്നതയോടെ വന്നേ, അല്ലേ? ഒരൊറ്റ രാത്രി സംഹാരദൂതൻ ഇറങ്ങി ഈജിപ്തിൻ്റെ സകല ഭവനങ്ങളിലും, പ്രധാനപ്പെട്ട എല്ലാ ഈജിപ്ത് ഭവനങ്ങളിലും അവിടത്തെ കടിഞ്ഞൂൽ പുത്രന്മാരെ സംഹരിച്ചു. ജനം മുഴുവൻ കരഞ്ഞുകൊണ്ട് ഇസ്രായേൽ ജനത്തിൻ്റെ അടുത്ത് ചെന്നു. സകല മാലയും വളയും സ്വർണവും വെള്ളിയും ഉണ്ടായിരുന്ന സകലതും അഴിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ എവിടെയാന്ന് വെച്ചപ്പോൾ നിങ്ങളുടെ ദൈവം ശക്തനാ, നിങ്ങൾ പോയി ആരാധിക്കി. ഇതാ 400 വർഷം നിങ്ങളെ അടിമത്തത്തിൽ കഴിഞ്ഞ, നിങ്ങളെ കൊണ്ട് എല്ലുമുറിയെ പണിയെടുപ്പിച്ച നിങ്ങളുടെ അധ്വാനത്തിന്റെ തുക ഇതാ, നിങ്ങളുടെ സ്വർണം ഇതാ, നിങ്ങളുടെ പണ്ടം ഇതാ, നിങ്ങൾ പോ, ഈ രാത്രി തന്നെ നിങ്ങൾ യാത്രയാകുക. നിങ്ങൾ വിചാരിക്കും നിങ്ങളുടെ ദൈവം നിങ്ങളെ സമ്പന്നനാക്കത്തില്ലെന്ന്. കർത്താവിന് ഒരൊറ്റ രാത്രി മതി, അല്ലെങ്കിൽ ഒരു നിമിഷം മതി. ദൈവത്തിന് പ്രവർത്തിക്കാൻ ഒരു നിമിഷം മതി. ഇന്നലെ നീ കഷ്ടതയായിരിക്കും, ഇന്നലെ നിനക്ക് കണ്ണുനീരായിരിക്കും, ഇന്നലെ വരെ പട്ടിണിയായിരിക്കും. പക്ഷേ ഒരു ദിവസം, ഒരു ദിനം, ഒരു സെക്കൻഡ് മതി കർത്താവിന് പ്രവർത്തിക്കാൻ. കാരണം ഒരു രാത്രി കൊണ്ട് ഇസ്രായേലിനെ, അവൻ്റെ ചരിത്രത്തെ മാറ്റിക്കുറിച്ച ദൈവമാണ്. ഇന്നലെ വരെ അടിമ, ഇന്നതാ സമ്പന്നൻ, ഇന്നലെ വരെ പ്രതികൂലം, ഇന്നതാ മാറി സ്വതന്ത്രൻ. അവൻ ദൈവത്തിൻ്റെ ജനമായി മാറി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒറ്റ ദിവസം കൊണ്ട് സമ്പന്നനാക്കി മാറ്റി. ഇതെല്ലാം ചെയ്തപ്പോഴും കർത്താവ് മുന്നേ കരുതി, മുന്നമേ കാനാൻകാരെ കൊണ്ടും അവിടെ ഉണ്ടായിരുന്ന ജബൂസരെ കൊണ്ടും അവിടെ ഉണ്ടായിരുന്ന സകല ജനത്തെ കൊണ്ടും അധ്വാനിച്ച് എല്ലുമുറിയെ പണിയെടുപ്പിച്ചൊരു ദേശം അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇവരവിടെ പോയി ഉറ്റുനോക്കുന്നുണ്ട്. ജോഷുവും കാലേബും പോയി ഉറ്റുനോക്കുന്നുണ്ട്. നമ്മളത് വായിക്കുന്നുണ്ട്. ഉറ്റുനോക്കി ആവേശത്തോടു കൂടെ ജോഷുവും കാലേബും എന്ന് പറയുകയാണ്, തേനും പാലും ഒഴുകുന്ന ദേശം. അവിടുത്തെ മുന്തിരിക്കൊലകൾ മുകളിൽ നിന്നും താഴെ വരെ മുട്ടി നിൽക്കുന്ന അത്ര വലിയ മുന്തിരിക്കൊലകൾ, ശ്രേഷ്ഠമായൊരു സ്ഥലം, അത്ര അനുഗ്രഹത്തിൽ നിൽക്കുന്നൊരു സ്ഥലം. ജോഷുവും കാലേബും എന്ന് പറയുക. എന്നാൽ മറ്റുള്ളവർ പറയുന്നത് എന്താ? നേരെ തിരിച്ചാ. അവിടുത്തെ ജനം അനാക്കിമുകളെ പോലെ, മല്ലന്മാരെ പോലെ. കർത്താവ് മല്ലന്മാരെ അവിടെ അനുവദിച്ചതാ. കാരണം ഈ മല്ലന്മാർ ആർക്കു വേണ്ടി അധ്വാനിക്കണം?
ഈ മല്ലന്മാർ ആർക്കു വേണ്ടി കഷ്ടപ്പെടണം? അവിടെ എല്ലുമുറിയെ പണിയെടുക്കണം. കാരണം എൻ്റെ ജനത്തെ ഇതാ ഈജിപ്ത് ദേശത്തു നിന്നും കാനാൻ ദേശത്തേക്ക് യാത്രയായിട്ട് കുറച്ച് വർഷമായി ഇവിടെ വരുന്നതിന് മുൻപ് ഈ ദേശമൊന്ന് ഒരുക്കണം, ഈ ദേശമൊന്ന് റെഡിയാക്കണം, ഈ ദേശമൊന്ന് വൃത്തിയാക്കിയിടണം. തേനും പാലും ഒഴുകുന്നൊരു ദേശമാക്കി എനിക്കിത് മാറ്റണം. യേശുക്രിസ്തു യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുക, ഞാൻ പോയി എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു വാസസ്ഥലം ഒരുക്കും. നീ അധ്വാനിക്കാത്ത, നീ കഷ്ടപ്പെടാത്ത ഒരു കൊട്ടാരം നിനക്ക് വേണ്ടി അവിടെ നിർമ്മിക്കുക, നിനക്ക് വേണ്ടി അവിടെ ദൈവം ഒരുക്കി വെച്ചിരിക്കുക. ഇന്ന് ചില പ്രശ്നങ്ങൾ ഉണ്ടാകാം, ഇന്ന് ചില പ്രതികൂലങ്ങൾ ഉണ്ടാകാം, പക്ഷേ കർത്താവ് നിനക്ക് വേണ്ടി ഒന്ന് ഒരുക്കിയിട്ടുണ്ട്. നിനക്ക് വേണ്ടി അത് കാനാൻ ദേശം ഒരുക്കി വെച്ചിട്ടാണ് കർത്താവ് വന്നിരിക്കുന്നത്. എന്നിട്ടാണ് നിന്റെ പാപങ്ങളെ കഴുകിയേ, എന്നിട്ട് നിന്റെ ആകൃതികളെ മാറ്റിയേ. മൂടൽമഞ്ഞ് പോലെ നിന്റെ പാപങ്ങളും കാർമേഘം പോലെ നിന്റെ തിന്മകളെയും മാറ്റി. ഇന്ന് ചില പ്രതികൂലങ്ങളെ ദൈവം നിന്നെ നടത്തുന്നുണ്ട്. ഇന്ന് ചിലപ്പോൾ ഒരു മരുഭൂമി യാത്രയാണ് നമ്മുടെ കൂടെയുള്ളത്, അല്ലേ? ഇസ്രായേൽ 40 വർഷം ഉണ്ടായിരുന്ന മരുഭൂമി കൂടെ നമ്മൾ പോണത്. നീ കരയുമ്പോഴേ നിനക്ക് കാടപ്പക്ഷിയെ കിട്ടുന്നുള്ളൂ, നീ ആഗ്രഹിക്കുമ്പോൾ നിനക്ക് മന്ന കിട്ടുന്നുണ്ട്. ദൈവം നടത്തുന്നതിൻ്റെ സൂചനയാണ്. അനുദിനം നിനക്ക് ആവശ്യമുള്ള സകല കാര്യം ദൈവം നടത്തും, ദൈവം നിന്നെ ഒരുക്കും. പക്ഷേ നീ വിചാരിക്കുന്ന പോലെ റിലയൻസ് അംബാനിയാക്കി മാറ്റുകയല്ല, ആവശ്യത്തിനും അനാവശ്യത്തിനും കോടികൾ തന്ന് നിന്നെ നശിപ്പിക്കുകയല്ല ദൈവം ചെയ്യുന്നത്. നിന്റെ ആവശ്യങ്ങളെ നടത്തും. നിനക്കൊന്നിനും കുറവില്ലാതെ, നിന്റെ ചെരുപ്പ് തേയാതെ, നിന്റെ വസ്ത്രം തേഞ്ഞു പോകാതെ, അത് കീറി പഴകിപ്പോകാതെ നിന്നെ വിശുദ്ധീകരിച്ചു കൊണ്ടുപോകുന്നൊരു ദൈവമുണ്ട്. അതാ ദൈവത്തിൻ്റെ നീതി. ദൈവത്തിൻ്റെ നീതിബോധത്തിൽ നോക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാകും. 400 വർഷം സകല ജനത്തെയും അനുഗ്രഹിക്കേണ്ടതിന് ദൈവത്തിന് അത് ചെയ്തേ പറ്റുമായിരുന്നുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുക. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും, ഇന്ന് ഈ ലോകം ഇത്ര ശ്രേഷ്ഠമായി നമ്മൾ കാണുമ്പോൾ, അല്ലേ, വിരൽ തുമ്പിൽ ആൻഡ്രോയിഡ് ഫോൺ വെറുതെ ഒന്ന് ടച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ലോകത്തുള്ള സകല വിവരങ്ങളെക്കുറിച്ച് നമുക്ക് കിട്ടുന്നു. എന്ത്, ആര്, എവിടെ, എപ്പോൾ, എങ്ങനെ, എന്ത് ചെയ്യുന്നു എല്ലാം നമുക്ക് നമ്മുടെ വിരൽ തുമ്പിൽ നമുക്ക് അറിയാൻ പറ്റുന്നു. ഇത് കണ്ടുപിടിച്ച ആരാ? ഇതിൻ്റെ പിന്നിൽ ആരാ പ്രവർത്തിച്ചേ? ഈ പറയുന്ന സകലത്തിൻ്റെ പിറകിൽ ഒരു അബ്രാഹാമിൻ്റെ മകനുണ്ട്, ഒരു അബ്രാഹാമിൻ്റെ സന്താനമുണ്ട്. നീ കാണുന്ന, ഇന്ന് കാണുന്ന ഒരു പേന കൊണ്ട് എഴുതണമെങ്കിൽ, ഒരു ബുക്ക് വേണമെങ്കിൽ, ഒരു പ്രതലം വേണമെങ്കിൽ, ഇന്ന് ലോകത്ത് കാണുന്ന സകല വളർച്ചയ്ക്ക് പിന്നിലും സകല കാര്യത്തിനു പിന്നിലും നീ തള്ളിക്കളിക്കുന്ന വാട്സപ്പ് ആകട്ടെ, നീ തള്ളി നോക്കുന്ന ഇൻസ്റ്റഗ്രാം ആകട്ടെ, ഫേസ്ബുക്ക് ആകട്ടെ, സോഷ്യൽ മീഡിയയിലാകട്ടെ, നീ ഇന്ന് കഴിക്കുന്ന ഒരു പാരസിറ്റമോൾ മരുന്നാകട്ടെ, അതിൻ്റെ എല്ലാം പുറകിൽ ഒരു യഹൂദൻ്റെ കഠിനാധ്വാനമുണ്ട്. 430 വർഷം അവനെ അധ്വാനത്തിലിട്ട് പണിയെടുക്കാൻ പാകമാക്കി അടിമയെപ്പോലെ പണിയെടുപ്പിച്ചപ്പോൾ അവൻ അന്നു മുതൽ അധ്വാനിക്കാൻ തുടങ്ങി. അന്നു മുതൽ അവൻ കഷ്ടപ്പെടാൻ തുടങ്ങി. അന്നു മുതൽ ദൈവവചനത്തിൽ അവൻ പരതാൻ തുടങ്ങി. അവൻ ഓരോ വചനത്തിലും ദൈവത്തിൻ്റെ ആഴത്തെ തിരിച്ചറിയാൻ തുടങ്ങി, പ്രവചനങ്ങളെ മനസ്സിലാക്കാൻ തുടങ്ങി, പ്രവചനത്തിൻ്റെ വേരുകളെ തിരിച്ചറിയാൻ തുടങ്ങി, അതിലെ ജീവനെ അവൻ തിരിച്ചെടുക്കാൻ തുടങ്ങി. ആ ജീവൻ ഇന്നത്തെ ലോകത്തെ ഓരോ കണ്ടുപിടുത്തങ്ങളിലേക്കും ഓരോ വളർച്ചയ്ക്കും കാരണമായി. അവിടെ ആ ദൈവം അബ്രാഹാമിനോട് പറഞ്ഞു, അബ്രാഹാമേ, നിന്നിലൂടെ സകല ജനതയും അനുഗ്രഹിക്കപ്പെടും, നിന്നിലൂടെ സർവ്വജനപദങ്ങളും സർവ്വജനതയും അനുഗ്രഹിക്കപ്പെടും. നിന്നിലൂടെയാണ് ലോകം മുഴുവൻ അനുഗ്രഹിക്കപ്പെടേണ്ടത്. ഹല്ലേലൂയ. നമ്മൾ നോക്കുമ്പോൾ രവിചന്ദ്രൻ, സി രവിചന്ദ്രനെ പോലുള്ള ഈ വിമർശകർക്ക് ഇന്ന് ഇവിടെ ചുമ്മാ നിന്ന് പറയാം, അബ്രഹാം ഒന്ന് ഉറങ്ങിയതിന് 400 വർഷം അടിമത്തത്തിലിട്ടൊരു ദൈവമുണ്ട്, ആ ദൈവം എനിക്ക് വേണ്ട എന്ന് രവിചന്ദ്രന് പറയാം. പക്ഷേ രവിചന്ദ്രൻ പോലും ഈ പറയുന്ന കാര്യങ്ങൾ പരിശോധിക്കുകയും പഠിക്കുകയും ചെയ്യാൻ വേണ്ടി ദൈവം അവരെ 430 വർഷം അടിമത്തത്തിലിട്ട് വളർത്തിയതിൻ്റെ ഫലമാ ചന്ദ്ര, രവി, നീ അനുഭവിക്കുന്നതെന്ന് വിമർശക നീ മനസ്സിലാക്കുന്നില്ല, നീ തിരിച്ചറിയുന്നില്ല. അവനത് മനസ്സിലാക്കത്തില്ല. പക്ഷെ ദൈവ പൈതൽ ഇത് മനസ്സിലാക്കിയേ പറ്റൂ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മുടെ നീതിബോധം കൊണ്ട് നോക്കുമ്പോഴേ നമുക്ക് ഈ കാര്യം മനസ്സിലാകാത്തേ. ദൈവത്തിൻ്റെ നീതിബോധം കൊണ്ട് നോക്കിയാൽ നമുക്ക് കാര്യം ക്ലിയറാണ്. കാരണം ദൈവത്തിന് ഈ പറയുന്ന അബ്രാഹത്തിനെ വിളിക്കുമ്പോൾ, ഇസ്ഹാക്കിനെ വിളിക്കുമ്പോൾ, യാക്കോബിനെ വിളിക്കുമ്പോൾ ഇതിൻ്റെ പുറകിൽ വർഷങ്ങളോളമുള്ള പ്ലാനും പദ്ധതിയുമുണ്ട്. അല്ലാതെ അബ്രഹാമിൻ്റെ മകൻ, ഇസ്ഹാക്കിൻ്റെ മകൻ, യാക്കോബിൻ്റെ 12 സന്താനങ്ങളെ മാത്രമല്ല ദൈവം കാണുന്നത്, സന്തതി പരമ്പരകളെ മുഴുവൻ കണ്ടുകൊണ്ടാണ് കർത്താവ് പോകുന്നത്. ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. നമ്മളിപ്പോൾ ഇന്ന് ഇങ്ങോട്ട് പോകുന്നപ്പം പലരും വാഹനത്തിൽ യാത്ര ചെയ്തല്ലേ,
കാറിലോ ബൈക്കിലോ ബസ്സിലോ ഒക്കെ യാത്ര ചെയ്തവരുണ്ടോ? നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു സ്ട്രെയിറ്റ് വ്യൂ ആണ്. മുൻപിലെ വളവ് വരെ നമുക്ക് കാണാം. അതിനപ്പുറത്തോട്ട് നമുക്ക് കാണാൻ പറ്റുമോ? ഈ വളവിൻ്റെ അപ്പുറത്ത് നിന്ന് ഏത് വണ്ടി വരുന്നുണ്ട് എനിക്ക് കാണാൻ പറ്റത്തില്ല. ഞാൻ ആ വളവ് വളഞ്ഞ് ചെല്ലുമ്പോഴേ എനിക്ക് മനസ്സിലാകത്തുള്ളൂ അപ്പുറത്തുനിന്ന് ഇതാ വാഹനം കടന്നു വരുന്നു. കാരണം എൻ്റെ കാഴ്ച അത്രയേ ഉള്ളൂ. പക്ഷെ ദൈവം കാണുന്നത് മുകളിൽ നിന്ന്. അവനറിയാം അപ്പുറത്തെ വളവിൽ നിന്നൊരു വണ്ടി വരുന്നുണ്ട്, അല്ലേ? ഇവിടെ നിന്ന് വേറൊരു വണ്ടി അങ്ങോട്ട് പോകുന്നുണ്ട്. ഈ വണ്ടിയുടെ സ്പീഡും അവിടെ നിന്ന് വരുന്ന വാഹനത്തിൻ്റെ സ്പീഡും കൂടി കാൽക്കുലേറ്റ് ചെയ്യുന്ന ദൈവത്തിന് അറിയാം. മേ ബി ഇറ്റ്സ് ആക്സിഡൻറ്റ്, ഇത് അപകടത്തിൽപ്പെടാം, സാധ്യതയുണ്ട്. അവിടെയാ ദൈവം ഈ മകനെ ഒന്ന് പാനിക്കാക്കും, അല്ലെങ്കിൽ ഒന്ന് ശ്രദ്ധ വയ്ക്കും. അവനും ചിലപ്പോൾ ഒന്ന് സ്ലോ ആക്കും. അപ്പോൾ മറ്റേ വരുന്നവൻ അവന് വെട്ടിച്ചു മാറാനുള്ള സമയം കിട്ടും. കാരണം ദൈവത്തിൻ്റെ നീതിബോധം അത് മുകളിൽ നിന്ന് അവൻ ദർശിക്കുന്നേ. മനുഷ്യൻ നോക്കുന്ന നേരെയുള്ള വ്യൂവാ. ആ വളവ് വരെ അവന് കാണാൻ പറ്റത്തുള്ളൂ. നിന്റെ ജീവിതത്തിൻ്റെ മാക്സിമം നിനക്ക് കാണാൻ പറ്റുന്നത് 1-2 ദിവസം, അല്ലെങ്കിൽ 1-2 വർഷം. അതിനപ്പുറത്തോട്ട് നീ കാണുന്നില്ല. പക്ഷെ ദൈവം നിന്നെ കാണുന്നത് നിന്റെ പ്രായപൂർത്തിയും നിന്റെ മക്കളും നിന്റെ തലമുറയും നിന്റെ സകലതും വർഷങ്ങളോളം നിന്റെ തലമുറയെ മുഴുവൻ കണ്ടിട്ടാ കർത്താവ് ചിലത് പ്രവർത്തിക്കുന്നത്. ചില കഷ്ടതയിൽ, ചില ദുഃഖത്തിൽ, ചില പ്രതികൂലങ്ങളിൽ നീ നിൽക്കുമ്പോൾ നീ തിരിച്ചറിയണം, കർത്താവിന് നിന്നെ കൊണ്ടൊരു പദ്ധതിയുണ്ട്. വരാനിരിക്കുന്ന മഹത്തരമായ അനുഗ്രഹത്തിൻ്റെ പദ്ധതിയിലേക്ക് ദൈവത്തിന് നിന്നെ നടത്താൻ വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവെ സ്തുതിക്കുന്നു, യേശുവെ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് എഴുന്നേറ്റ് നിന്നേ. കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്കൊക്കെ ചിന്തിക്കണം, എൻ്റെ നീതിബോധം കൊണ്ടാണ് ഇന്നലെ വരെ നമ്മൾ കരഞ്ഞത്, അല്ലേ? നമ്മുടെ നീതിബോധം കൊണ്ടല്ലേ നമ്മൾ കരഞ്ഞ്? കർത്താവ് എന്തേ കിട്ടാത്തെ? കർത്താവ് എന്തേ നടക്കാത്തെ? യേശുവെ എന്തേ ഞാൻ ചോദിച്ചിട്ട് നടക്കാത്തെ? ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടും എന്തുകൊണ്ട് ഇത് നടക്കുന്നില്ല? എന്തുകൊണ്ട് ദൈവം ഇത് ചെയ്യുന്നില്ല? കാരണം ദൈവത്തിന് നിന്റെ നീതിബോധമല്ല, ദൈവത്തിൻ്റെ പദ്ധതി കുറച്ചുകൂടി വൈഡാ, അപ്പുറമാ. അത് ദൈവം സൈറസ് എന്നൊരു രാജാവ് ജനിക്കുന്നതിന് മുൻപ്, അവൻ്റെ അപ്പൻ ജനിക്കുന്നതിന് മുൻപ് സൈറസിനെ പേര് ചൊല്ലി വിളിച്ച് സൈറസിനെ കൊണ്ട് ഈജിപ്തിൻ്റെ ഈ ബാബിലോണിൻ്റെ അടിമത്തത്തിൽ നിന്നും ഇസ്രായേലിനെ വിടുവിച്ച് സ്വന്തം ജനമാക്കി മാറ്റി അവൻ്റെ ദേവാലയത്തെ പുനരുദ്ധരിച്ച് അവൻ്റെ ജനത്തെ പ്രവാസത്തിൽ നിന്നും തിരിച്ചു കൊണ്ടുവന്ന് അവനെ വളർത്തി അനുഗ്രഹിക്കുന്ന ദൈവമാ സർവശക്തനായ ദൈവം. ഇന്ന് നീ പാപത്തിൽ കഴിയുമ്പോൾ, തിന്മയിലായിരിക്കുമ്പോൾ, നിന്റെ ആകൃത്യങ്ങളെ മാറ്റി, നിന്റെ തിന്മകളെ, മൂടൽമഞ്ഞ് പോലെ നിന്റെ പാപത്തെ, കാർമേഘം പോലെ നിന്റെ തിന്മയെ അവൻ കഴുകി വിശുദ്ധീകരിക്കും. കാരണം അവന് നിന്നെ കാനാൻ ദേശത്തേക്ക് എത്തിക്കണം. പിതാവിന്റെ സന്നിധിയിൽ, പിതാവിന്റെ ഭവനത്തിൽ നിനക്ക് വേണ്ടി ഒരു വാസസ്ഥലം അവൻ ഒരുക്കിയിട്ടുണ്ട്. ആ വാസസ്ഥലത്ത് നീ വരണമെന്ന് ദൈവം ആഗ്രഹിക്കുക. അതുകൊണ്ടാണ് കർത്താവ് നിന്നെ ഇപ്പോഴും മരുഭൂമിയിലൂടെ നടത്തുന്നത്. നിനക്ക് നടക്കുമ്പോൾ ചിലപ്പോൾ നിന്റെ കാല് പൊള്ളും. കാരണം മണലാരണ്യത്തിലൂടെ നടക്കുന്നേ. ചില പ്രതികൂലങ്ങൾ നിന്റെ മുമ്പിലുണ്ടാകാം, ചില പ്രശ്നങ്ങൾ നിന്റെ മുമ്പിലുണ്ടാകാം. പക്ഷേ ദൈവം പറയുന്നുണ്ട്, നിനക്ക് വാഗ്ദത്ത ദേശത്ത് പ്രവേശിക്കാൻ വേണ്ടിയാ ഇന്ന് നിന്റെ കാൽ പൊള്ളുന്നത്. ഇന്ന് നീ മന്നയ്ക്ക് വേണ്ടി നിൽക്കുന്നത്, നീ കാടപ്പക്ഷിക്ക് വേണ്ടി അപേക്ഷിക്കുന്നത് നാളത്തെ ചില അനുഗ്രഹത്തിന് വേണ്ടിയാ. ലോക മനുഷ്യൻ, വചനമറിയാത്തവൻ, ക്രിസ്തുവിനെ തിരിച്ചറിയാത്തവൻ, ക്രിസ്തുവിന്റെ വചനമില്ലാത്തവൻ ഭൗതിക നന്മയെ മാത്രം നോക്കി ചോദിക്കും, ഡെലിവറൻസ് ലഭിച്ചിട്ട് എവിടെ അനുഗ്രഹം? കുറെ വർഷമായല്ലോ ഡെലിവറൻസ് ലഭിച്ചിട്ട്, എന്നിട്ട് എന്തേ നീ അനുഗ്രഹിക്കപ്പെടാത്തെ? എന്തേ നീ അംബാനിയാകാത്തെ? എന്തേ നീ ബെൻസ് കാറ് വാങ്ങാത്തെ? എന്തേ നീ ഇതൊന്നും ഉണ്ടാക്കാത്തെന്ന് ലോകം ചോദിക്കും. കാരണം ലോകത്തിന് നിന്നെ കൊണ്ട് ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ, നിന്നെ സമ്പന്നതയുടെ മുഴുവൻ നടക്കുന്നത് കാണണം, അങ്ങനെ നിന്നെ തള്ളി താഴെ ഇടണം. കാരണം സാത്താൻ ഈ ചോദ്യം തന്നെയാണ് കർത്താവിനോട് ചോദിക്കുന്നത്. നീ ഒന്ന് കുമ്പിട്ട് ആരാധിച്ചാൽ മതി, നിനക്ക് സകലതും, ഈ ലോകത്തെ സകലതും തരാം. ദൈവം പറഞ്ഞത് ഈ ലോകത്തെ തരാന്നല്ല, സ്വർഗലോകത്ത് നിനക്ക് വേണ്ടി സകലതും തരാന്നാ. നിന്നെ നടത്താമെന്നാ പറഞ്ഞേ. ഇവിടെ നിന്നെ ഒന്നിനും കുറവില്ലാതെ നിന്നെ വഴി നടത്തും. അന്നു വേണ്ട ആഹാരം നിനക്ക് നൽകും, അന്നു വേണ്ട സുഭിക്ഷമായ അനുഗ്രഹം നിനക്ക് തരിക തന്നെ ചെയ്യും നിന്റെ ദൈവം. അതിന് യാതൊരുവിധ കുറവും ഉണ്ടാകത്തില്ല. പക്ഷെ സാത്താൻ പറയും, നിനക്ക് 100 വർഷത്തേക്കുള്ളത് തരാം, നിന്നെ ഒറ്റ ദിവസം കൊണ്ട് നിന്നെ സമ്പന്നനാക്കാം. പക്ഷെ അത് കർത്താവ് പറയുന്നതല്ല, കാനാൻ ദേശം നശിപ്പിക്കാനാവുന്നത്. ഡെലിവറൻസ് ലഭിച്ചിട്ടും, ക്രിസ്തുവിന്റെ കൂടെ നിന്നിട്ടും, കർത്താവിന്റെ വചനം കൂടെ നിന്നിട്ടും
ദൈവം നമുക്ക് നൽകുന്ന ഒരു അനുഗ്രഹം, അത് ഏക അനുഗ്രഹം, നിന്നെ ദൈവരാജ്യത്തിൽ എത്തിക്കാമെന്നുള്ളതാണ്. ഹല്ലേലൂയ.